നമസ്കാരം. സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിൽ പരമാവധി പൊട്ടിച്ചിരിക്കാൻ ശ്രമിക്കുക. ആ പൊട്ടിച്ചിരിയാണ് ജീവിതമെന്ന റിയാലിറ്റി. ചെറുപ്പകാലത്ത് തന്നെ കളിച്ചു തീർത്ത കലാകാരന്മാരായ എൻ്റെ 2 സുഹൃത്തുക്കൾ കുഞ്ചുപിള്ളയും സൈമൺ മാത്യു, ഇവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു നല്ല സിനിമ എന്ന എൻ്റെ ആഗ്രഹം ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾ വളർത്തിയെടുത്ത നിങ്ങളുടെ വേണു നാഗവള്ളി. ചേച്ചി ചേച്ചി അമ്മ ചേച്ചി എവിടെ? അവിടെ എങ്ങാനും കാണും കുട്ടി. മോളെ ദേവി, എന്താമ്മേ? കളി കുറെ കൂടുന്നുണ്ട് കുട്ടി. ഈ നിലത്തൊന്നും നിൽക്കാൻ നിനക്ക് സ്ഥലമില്ലല്ലേ? ദേ ഇറങ്ങി വരുന്നുണ്ടോ അതോ അച്ഛനെ വിളിക്കട്ടോ അങ്ങോട്ട്? അയ്യോ വേണ്ട, അവനവന്റെ കാര്യം നോക്കാൻ പ്രായമായില്ലേന്ന് ദിവസം ഒരു 10 തവണയെങ്കിലും അമ്മ എന്നോട് ചോദിക്കാറില്ലേ? മേലത് അമ്മയെ കൊണ്ട് പറയിപ്പിക്കരുന്ന് ഞാനൊരു തീരുമാനം എടുത്തിരിക്കാം. മരത്തിന്റെ മോളിൽ ഇരുന്നാണോ അവനവന്റെ കാര്യം നോക്കുന്നത്? വീട്ടിനകത്തിരുന്ന് എന്നെ ആര് കാണാനാ ഭാരതമേ? എന്നെ ഈ മാവിന്റെ മേളിലാവുമ്പോ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂളടിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്കുരങ്ങനെ ഈ ദേവിമോളോട് ഇഷ്ടം തോന്നും. അമ്മയെ വന്ന് കാണും. അമ്മയുടെ മോളെ കല്യാണം കഴിച്ചേരനെന്ന് പറയും. അമ്മ യെസ് എന്ന് പറയും. സിമ്പിൾ. ഞാനും ആ കുട്ടിക്കുരങ്ങനും കൂടി ഏതെങ്കിലും ഒരു സൈലന്റ് വാലിയിലേക്ക് ഓടി മറിയും. എന്ത് സ്വഭാവം നിന്റെ? എല്ലാവർക്കും ഇഷ്ടമാവുന്ന നിന്റെ വിചാരം? ചൂടാകാതെ മിസ്സസ് മേന്നെ, ഞാൻ നമ്മുടെ പാവം മോളല്ലേ. മതി മതി, കുറെ കൂടുന്നുണ്ട്. വരുന്നില്ലേ പാട്ട് കേൾക്കാൻ? നോ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ചേച്ചി അൽഗുരുത്ത് പാട്ടുകാരനൊന്നുമല്ല, ഒന്നൊന്ന് കേട്ടു നോക്ക്. യേശുദാസ് ഒന്ന് പാടുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ചേച്ചിയെ കിട്ടില്ല മോനെ. എന്റെ പൊന്ന് ചേച്ചി, സാരി കൊടുത്ത് 4 മന്നെങ്കിലെ ഈ കോളനിലെ സായിപ്പുമാരുന്ന് വെളിയിലിറങ്ങും. ചേച്ചിയും ചേച്ചിയുടെ സിംഗിളും കൂടെ ഒന്ന് അതുവരെ വന്നിട്ടെങ്കിൽ പോരെ. അയ്യടാ, എന്തിനാ 4 നോക്കുന്നേ? സാർ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വുമൻസ് കോളേജ് മുഴുവൻ ഇങ്ങ് കൊണ്ടുവന്നേനല്ലോ. നീ നിന്റെ പാട് നോക്കി ചേർക്കാം. ചേച്ചി ഹലോ ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 4. ഹലോ 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 ഹലോ, വല്ലതും കേൾക്കാമോ? ആരോട് ചോദിക്കാ? ഗുഡ് ഈവനിങ് മൈ ബോയ്. ഗുഡ് ഈവനിങ് സാർ. അളിയാ ഞാനിങ്ങെത്തി.
എന്തോന്ന് എത്തി? നിന്റെ ചേച്ചി അമ്മയൊക്കെ കെട്ടി വിളിച്ചോണ്ട് വരാത്തത്? കെട്ടി വെച്ചോണ്ട് അവിടെ ഒന്ന് ചാക്ക് കേട്ടോ. സണ്ണിയും വന്നില്ല. ആകെ കൂടെ വേലയും തൊഴിലില്ലാത്ത ക്യാപ്റ്റന്റെ ആഴ്ചേരം മാത്രം വന്നിട്ടുണ്ട്. അയ്യോ പായം വിരിച്ചിവിടെ കിടക്കത്തേ ഉള്ളൂ. ആരും ഇല്ലല്ലയാ. ആ സണ്ണിയുടെ കയ്യിൽ നിന്ന് സുനാ വാങ്ങിച്ച വേസ്റ്റായി. കുടിക്കാൻ വല്ല വേണം? സുഹൃത്തുക്കളെ, ഒഴിഞ്ഞ കസേരകളെ നോക്കി കുറച്ചും കൂടെ കൂട്ടടേ. തുരുമ്പ് പിടിച്ച വാടക കസേരകളെ നോക്കി സുഹൃത്തുക്കളെ എന്ന് വിളിക്കാൻ ലജ്ജയുണ്ട്. വീട്ടിനകത്തിരുന്ന് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ, ഡൈനിങ് ഹാളിലിരുന്ന് പരദൂഷണം പറയുന്ന മഹതികളെ, ഈ കോളനിയിലെ താമസക്കാരെല്ലാം മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരുമിച്ച് കൂടണമെന്നും ആ ദിവസം എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളതും ഇവിടുത്തെ അസോസിയേഷൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കോളനിയിലെ ഒരു താമസക്കാരൻ അല്ലെങ്കിലും അസോസിയേഷന് വേണ്ടി ഞങ്ങളുടെ കോളേജിലെ ശ്രദ്ധേയനായ ഗായകനെ നന്ദനെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ പാട്ടോടുകൂടി തന്നെ ഈ കസേരകൾ നിറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ നേരത്തെ ഇവിടെ എത്തി ഈ സംരംഭത്തിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയ ക്യാപ്റ്റൻ രാജശേഖരൻ അവർക്ക് ഞങ്ങളുടെ നന്ദി, അഗൈതവമായ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഗാനമേള തുടങ്ങുകയായി. തുടങ്ങട്ടെ സാർ? ഓൾ ദി ബെസ്റ്റ്. പൊക്ക് പൊക്ക്. താങ്ക് യു. രാവിലെ എഴുതിച്ചൊന്ന് ഓട്. പിള്ളേരൊക്കെ ഓടാണ്ടില്ലേ? വയറൊന്ന് കുറയട്ടെ. ഹലോ ഹലോ. Hey, watch out, my boy. Good morning, Gurula. Good morning, Captain. Good morning, young man. വിനോദ് അതിരാവിലെ തുടങ്ങിയല്ലോ വാനോട്ടം അല്ലേ? സാറിന്റെ പ്രായമാകുമ്പോ ഇതുപോലെ ചാടി വാ നോക്കിക്കൊള്ളാം. നല്ല സ്റ്റൈലൻ ഉത്തരം. എടോ വിനോദേ, നമ്മുടെ ഇന്നലെ പാടിയ നന്ദൻ ഉണ്ടല്ലോ. എന്റെ പൊന്ന് സാറേ, അവനെ വെറുതെ വിട്ടേക്കണേ. അവൻ ഇവിടെങ്ങാനും പാട്ടും പാടി ജീവിച്ചോട്ടെ. അവനെ പിടിച്ച് പട്ടാളത്തിലെങ്കിലും ചേർക്കല്ലേ. അവിടെ തനിക്ക് തെറ്റുപറ്റി. പാട്ടും പാട്ടുകാരും എക്കാലവും പട്ടാളക്കാരുടെ ഇൻസ്പിറേഷൻ ആയിരുന്നു. 62 ചൈനീസ് വാറിൽ ഓർമ്മയുണ്ടോ? ആദ്യം ഞങ്ങളൊക്കെ തളർന്നു പോയതായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ ഉയർത്തിയത് ഫൗജി ഭായിയോ കാ മനോരഞ്ജൻ के लिए अपना लता मंगेशकर एक गाना गाया था. ए मेरे बदन के लोगो जरा आँख में भर लो पानी. സാർ നടക്കുന്നില്ലേ? मेरे बदन के लोगो जरा आँख में भर लो. അമ്മയുണ്ട്, ഞാനും ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി. ഓ, അച്ഛൻ മരിച്ചിട്ട് വളരെ നാളായോ? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. നന്ദന്റെ അമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പാട്ട് ടീച്ചറാ. നന്ദൻ ഇന്നലെ പാടിന്ന് പറഞ്ഞില്ലേ? കർത്ത എന്ന് രാവിലെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരുമിച്ച് പഠിക്കുകയല്ലേ? എന്റെ സീനിയറാണ് അച്ഛൻ. MA ഫൈനൽ ഇയർ, സണ്ണിയുടെ ബാച്ചാ. എന്താ കഴിക്കാത്തത്? കഴിക്കൂ. അച്ഛാ, എനിക്ക് 10 മണിക്ക് വണ്ടി വേണം. ചേച്ചിയാ. മോളെ, ഒന്നിങ്ങ് വന്നേ. ഒരുവിധം തെറ്റില്ലാതെ പാടും അവള്. എന്തിനാ വിളിച്ചേ? നന്ദൻ ഇന്നലെ പാടിയില്ലേ? ഇതിനെന്നെ വിളിച്ച? ആ, നീയല്ലേ ഇവിടുത്തെ പാട്ടുകാരി? ഇന്നലെ പാട്ട് കേട്ടിരുന്നോ? ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടു. എനിക്ക് ഈ ഗാനമേളക്കാരെ പുച്ഛമാണ്. ചുമ്മാ യേശുദാസിന്റെ പാട്ട് അതുപോലെ അനുകരിച്ച് പാടും. എന്നാ പിന്നെ റേഡിയോ വെച്ചാ പോരെ? ചേച്ചി വരുമല്ലേ ലതാ മങ്കേഷ്കർ? അതിന് ഞാനൊന്നും അവകാശപ്പെട്ടില്ലല്ലോ. അമ്മേ, എനിക്ക് 10 മണിക്ക് പോണം. 50 രൂപയും വേണം. അതിനിപ്പോ എന്റെ കയ്യിൽ എവിടെ രൂപ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് രൂപ വേണം. വിനോദ, അളിയനെ ഇവിടെ ഉണ്ടായിരുന്നോ? ഹേയ്, കുറ്റിയിട്ടിരിക്കാനതെ. എടാ, ഇന്ന് വൈകിട്ട് പോണ്ടേ നമുക്ക്?
हमारा सन्नी का बच्चा पाला स्टेडियम में फुटबॉल खेलता रहता है। ആ എന്ത് പറ്റി രാവിലെ ഹിന്ദി वो हमारा फौजी भाई है ना, हाँ। कैप्टन नायसर, मॉर्निंग मिला और मैं मर गया എന്ന് വെച്ചാ എന്നെ കൊന്നു 1/2 മണിക്കൂർ. അപ്പൊ പോണ്ടേ അളിയാ? ആ ഞങ്ങൾ ഇവിടെ എത്തിക്കോളാം. എത്തിക്കോ, ഞാനും ഇവിടെ എത്തിക്കോളാം. പക്ഷേ ആകലെ ലഗ്ജ എന്ന് വെച്ചാ കൈ ധാരാളം കാശ് കൊണ്ടുവരണമെന്ന്. വല്ലതും വാങ്ങിച്ച് തിന്നോണ്ട് വേണം കളി കാണാൻ, അല്ലെ വിശക്കും. അപ്പൊ ഷാർപ്പ് 4 o'clock സ്റ്റേഡിയത്തിന്റെ വാതിൽ കാണണം. ഒന്നും ഇല്ല ഇവിടെ. ആ പോട്ടെ അളിയാ. എന്താ വിനോദ് നക്ഷത്രഗോളങ്ങൾ കത്തിജ്വലിക്കുന്ന ആകാശം ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീണാലും, 1000 തിരമാലകൾ ഗ്രസിച്ചു നിൽക്കുന്ന വൻകടൽ ഭൂമിയിലേക്ക് ഇരമ്പി വന്നാലും, ഗ്രൗണ്ടിൽ ഗോൾ മുഖത്ത് തണ്ണി നിർത്തിയിരിക്കുന്ന കോട്ടമതിൽ നിറക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല ഈ ഭൂമിയിൽ എന്നുള്ളതിന്റെ തെളിവാണ് ഈ മേശപ്പുറത്ത് വെട്ടിത്തിളങ്ങുന്ന വെള്ളി കപ്പ്. വെള്ളി വെള്ളി തണ്ണി ദ ബെസ്റ്റ് പ്ലെയർ. തണ്ണീസ് ഉയർന്ന ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക. സഹോദരിമാരെ സംഭാവന ചെയ്യുക. 100-120 മീറ്റർ നീളമുള്ള കോർട്ടിൽ ഓടിക്കളിച്ച് എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് ദുരിതര ഗോളുകൾ അടിച്ച് തണ്ണി the best player. ഇന്ന് കോളേജിന് അവധിയാണ്. സെലിബ്രേറ്റ് ദിസ് മെമ്മറബിൾ ഡേ. സണ്ണി ആൻഡ് അൺഫോർഗറ്റബിൾ ഡേ ഇൻ ഫുട്ബോൾ. അവന്റെ പറച്ചില് കേട്ടോ. ആൾക്കാർ എന്നെ കാണാതെ ഇത് കേട്ടാ വിചാരിക്കും ഞാൻ ചത്തുപോയെന്ന്. പണിക്കരേട്ടാ, കന്റീൻ മൊത്തം വില പറയുന്നോ? നിങ്ങൾ ഉൾപ്പെടെ ഈ ക്യാൻറ്റീൻ വിലക്കെടുത്ത റിഡക്ഷൻ വല്ലതും ഉണ്ടാന്ന്. നല്ല വിധമായിരിക്കും അല്ലേ? ഇരിക്കൂ, എല്ലാരും ഇരിക്കൂ. ഹലോ, ഈ സഹോദരിമാർക്ക് ഓരോ ത്രിൽസ് കൊടുക്കൂ. ത്രിൽസ് കുടിച്ചവർ ത്രിൽഡ് ആകട്ടെ. ഞങ്ങൾക്ക് ത്രില്ല് മാത്രം പോരാ, കടിക്കാനും വല്ലതും വേണം. അവനവന്റെ വിരലും കടിച്ചോണ്ടാ മതി. 50 പൈതായും തന്നിട്ട് കടിക്കാൻ വല്ലതും വേണോന്ന്. സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം അഭിമാന ഭാജനമായ സണ്ണി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. Give him a big hand. സത്യഗുണേശ്വര, ഒരു ത്രില്ല് കൊടുത്തേ. എന്റെ പേരും പറഞ്ഞ എത്ര ഒപ്പിച്ചു? എത്ര ഒപ്പിച്ചാലെന്താ? ഞാൻ അല്ലേ തൊണ്ടായിട്ട് അലച്ചത്. വൈകിട്ട് സ്മോൾ അതിനുള്ളതല്ല, ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് അണ്ണാ. ഇനി ഞാൻ പറയാതെ തന്നെ എല്ലാരും മാറി തരുന്നതാണ് എന്റെ രീതി. സുഹൃത്തുക്കളെ, സ്വീകരണം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടം കാലിയാക്കാം. നാം അറിഞ്ഞു കൊടുക്കുന്ന ഈ നിമിഷങ്ങളിലൂടെ അനശ്വരമായ പ്രേമത്തിന്റെ ബലികുടീരം ഇവർ പടുത്തുയർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാനും ഉപസംഹരിക്കുന്നു. സത്യഗുണേശ്വര, എന്നാ മെഗാഫോൺ. അണ്ണാ ജർക്കിൻ. അയ്യാ, 10-200 രൂപ തളിയാ. നമുക്കൊരു മസാല ദോശ അടിക്കാം. ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളു എന്റെ വിനോദേ. ഇത്രയും ദൂരം നടന്നില്ലേ? എന്നാ പിന്നെ ഒരു മൊബൈൽ ക്യാൻറ്റീൻ കൊണ്ടുനടക്കും. എങ്ങോട്ടാ? പ്രാക്ടീസ്. ബ്രൂസിലിയുടെ കുഞ്ഞ്. വിനോദേ, അച്ഛായ കൊച്ചമ്മ എങ്ങോട്ടാ? മാർക്കറ്റിലേക്കാ? അതെ. എന്താ വരുന്നോ? പക്ഷെ ബില്ല് കൊടുക്കേണ്ടി വരും. ബില്ല് എത്ര രൂപ വേണം? ഇതാരെ വഹിച്ചിടൂ? ആരെയും വഹിച്ചല്ല ചായ. സണ്ണി സുയർണ ഫണ്ടിലേക്ക് കുട്ടികൾ ഉദാരമായി സംഭാവന ചെയ്ത തുകയിൽ നിന്നുള്ള നന്ദൻ, ഓ പാട്ട് കസറിയുന്ന കോളനി റിപ്പോർട്ട്. എന്താ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലേ? ഞാനും ചന്ദ്രവും മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ചോദ്യത്തിന് അർത്ഥമുണ്ടായിരുന്നു. കാരണം ക്ലാസ് ഉള്ളപ്പോഴും പലപ്പോഴും അച്ചായ ഞങ്ങളെ റോഡിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ നന്ദൻ കൂടെ ഉള്ളപ്പോ ക്ലാസ് ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ? ആ നന്ദൻ, നമ്മുടെ ഡോക്ടർ അമ്പി അന്വേഷിച്ചു. എന്തോ പ്രോഗ്രാമിന്റെ കാര്യം പറയാനാണെന്നാ പറഞ്ഞേ. ഇപ്പൊ വീട്ടിലുണ്ടാവും, ഒന്ന് കയറി കണ്ടേക്കൂ. ശരി, കാണാം. പോകാം അച്ചായ. ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരത്തില്ലയോ? വരും. എന്താ കാര്യം? അല്ല, ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. വാ വാ. എന്റെ സ്വന്തം വീടല്ലേ, മടിക്കാതെ വാ. എന്താ? ഗുഡ് മോർണിംഗ് സർ. അയ്യോ, ആ നല്ല സമയത്ത് തന്നെ എത്തി. നന്ദൻ, ഐശ്വര്യമായിട്ട് തൊഴുതോളൂ. ഒരു നല്ല കാര്യം പറയാൻ പോവാ. ഇരിക്കെ. വാ വാ.
നല്ല വീടല്ലേ? അമ്പി സാറ് കാവ്യ കൊടുത്തിരിക്കുന്നതുകൊണ്ട് താനൊരു ആശ്രമമാണെന്ന് വിചാരിച്ചോ? ഹീസ് എ സൈക്യാട്രിസ്റ്റ് ബൈ പ്രൊഫഷൻ, യു നോ. നന്ദൻ ആദ്യമായിട്ട് വരിക അല്ലേ? അതെ സർ. മോളെ, കുടിക്കാൻ എന്തെങ്കിലും? മോളെ എന്ന് വിളിയിട്ട് തെറ്റിദ്ധരിക്കണ്ട, എന്റെ ഭാര്യയെ വിളിച്ചത്. എനിക്ക് കുട്ടികളില്ല, ഇവരൊക്കെ എന്റെ മക്കള്. ആ, ഇന്നലത്തെ പാട്ട് അസലായി. ഞാൻ വിളിപ്പിച്ചത്, ഞങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാരെ അടുത്ത ആഴ്ചയും സമ്മേളിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു കുടുംബയോഗം എന്ന് പറയാം. ചേച്ചി ഗുഡ് മോർണിംഗ്. ഞാൻ ചായ കഴിക്കാറില്ല. നന്ദനെ മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, രാവിലത്തെ കോൺഫറൻസിന് ശേഷം വൈകിട്ടൊരു കലാപരിപാടി ഓർഗനൈസ് ചെയ്യണം. നന്ദന്റെ പാട്ട് കേട്ടപ്പോ ഒരു ഗാനമേളയാകാമെന്ന് തോന്നി. എന്താ, നമുക്കൊരു പ്രോഗ്രാം തട്ടിക്കൂട്ടുക? പരീക്ഷ എടുത്തു സർ, അതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതെ അതെ, നമുക്കൊരു 5-8 പാട്ട് മതിയെന്ന്. കാശും തരാം. എങ്കിൽ റെഡി സാർ. പറയാൻ എളുപ്പമാ, പക്ഷെ ഓർഗനൈസ് ചെയ്യുന്ന ആരാ? ഒരു ബുദ്ധിമുട്ടുമില്ല. നന്ദൻ ഒരു 4 പാട്ട് പാടിയാ മതി. ബാക്കി ദേവി പാടും. സണ്ണി ഉണ്ടല്ലോ, റിഹേഴ്സൽ നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. ചേച്ചിയെ പഠിപ്പിക്കുന്ന കാര്യമാ. അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ദേവി പാടും. പാടത്തില്ല എന്റെ അങ്കിളെ, എന്നെ നിർബന്ധിക്കണ്ട. അങ്ങനെ അങ്ങ് വാശി പിടിച്ചാലോ? ഇതെന്റെ ഒരു ആവശ്യമാ. പാടുമോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയണം നീ. അങ്കിൾ, ഞാൻ പാടിയ ശരിയാവത്തില്ല. ശരിയാവുന്നിടത്തോളം ശരിയായാ മതി, അല്ലേ ചേച്ചി? എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇവിടെ ഇരുന്ന് തിണ്ണ കൊടുക്ക് കാണിക്കാനല്ലാതെ ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. മോര് തന്നെയാണല്ലോ. അപ്പോ നാളെ മുതൽ റിഹേഴ്സൽ. വൈകിട്ട് വീട്ടിലെത്തണം. അങ്കിള് കിങ്. அந்த நாள் ஞாபகம் நெஞ்சிலே வந்ததே. நண்பனே 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 போய் இன்பமாய் இல்லையே അണ്ണാ. സണ്ണി അദ്ദേഹമാണെങ്കിൽ ഫുട്ബോൾ കളിയും ഗാനരചനയും കലാപ്രവർത്തനവും എല്ലാം ഒന്നിച്ച. ഇവൻ ഇനി പാസ്സായി വന്നിട്ട് എന്ന് LLB എടുക്കാന്? നീ വലിയ ന്യായം ഒന്നും പറയണ്ട. എല്ലാവരും അവനവന്റെ കാര്യം. നിനക്കെടുക്കാമായിരുന്നല്ലോ LLB. അതപ്പച്ച. എന്തോന്ന് അപ്പച്ച? സണ്ണിയെങ്കിലും ഒരു വക്കീലാക്കി എടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചതാ. 30-35 കൊല്ലമായി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരിന്റെയും മുറി നിറയെ അടുക്കി വച്ചിരിക്കുന്ന നിയമപുസ്തകങ്ങളുടെയും പ്രയോജനം മറ്റു വല്ലവർക്കും കിട്ടാനായിരിക്കും വിധി. പറഞ്ഞിട്ടെന്ത് കാര്യം? ഇവരിതെവിടെ പോയി കിടക്കായി സണ്ണി? നേരത്തിനും കാലത്തിനും വരത്തുമില്ല. നീ പൊക്കോ അപ്പച്ചൻ. അന്നാ 5 രൂപ ഞാൻ ചാപ്പാട് എടുത്ത് ആട്ടോ എത്തിക്കോളാം. അങ്ങനെ ഇപ്പൊ ആട്ടണ്ട. പിന്നെ എനിക്ക് പോണ്ടേ? ഇങ്ങോട്ട് വരും പറഞ്ഞോട് അങ്ങോട്ട് പോണെന്ന്. ഗുഡ് ഈവനിങ് മാഡം. എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കാണോ? ഞാനോ? ചിറ്റപ്പൻ മോളെ ഇതുവരെ പേടിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ എത്തത്ത് വന്നിരിക്കുന്നേ? മോളെ ചിറ്റപ്പൻ ഒരു ഉപകാരം ചെയ്യൂ. എന്തോന്നാ? വല്യപ്പച്ചനെ വിളിച്ചോണ്ട് ഉറക്കോ? വല്യപ്പച്ചന് ഉറക്കം വരുമ്പോ ഉറങ്ങിയാ പോരെ? അതിന് ചിറ്റപ്പൻ എന്താ? ചിറ്റപ്പനകത്ത് കയറണ്ടേ? വല്യപ്പച്ചൻ ഇപ്പൊ ചിറ്റപ്പനെ കണ്ട ഒരുപാട് വഴക്ക് പറയും. എന്റെ പൊന്നു മോളല്ലേ. ആ കാശുതാ. 5 രൂപ. 5 രൂപയോ? യൂ, ചിറ്റപ്പൻ പാവല്ലേ. 1 രൂപ തരാം. ആ ഉള്ളത് താ. പിന്നെ ഞാൻ കണ്ടോണം കേട്ടോ. വല്യപ്പച്ച വാ ഉറങ്ങാം. അല്ല, ഇത്ര വേഗം പഠിത്തം കഴിഞ്ഞോ? എനിക്ക് ഉറക്കം വരുന്നു. മോള് പോയി കിടന്നു തുടങ്ങിക്കോ. തനിച്ചിരുന്നുറങ്ങാൻ പേടിയാവാ. ശരി, പോകാം 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 പോകാം. ഒരു വല്യപ്പച്ചനും മോളും. പോകാം. കുറച്ച് നേരത്തെ വന്നൂടെ എന്റെ സണ്ണിക്കുട്ടി? എന്ന് എന്തിനിങ്ങനെ പാത്തം പതുങ്ങിയൊക്കെ? പാത്തും പതുങ്ങിയും വരുന്ന പേടി കൊണ്ടൊന്നുമല്ല, പിന്നെ ഒരു ബഹുമാനം. അദ്ദേഹത്തിന്റെ ഒരു ഔദാര്യം. അച്ഛാ നാളെ മദ്രാസിൽ പോകുന്നുണ്ടോ? എന്താ? ഒരുപാട് തവണ വന്നു പോയി പോയി വന്നു. എന്റെ കാര്യം ഇവിടെ ആ നന്ദനെ കൊണ്ട് സിനിമയിൽ ഒരു പാട്ട് പാടിപ്പിക്കാൻ. അച്ഛൻ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള വന്നോ? എന്തോ അമ്മേ ദേവി. സരി ഗമ മഗരി സ.
ഗുഡ് മോർണിംഗ് മിസ്റ്റർ മേനോൻ. മേനല്ലേ ഇവിടെ? അച്ഛൻ എണീറ്റിട്ടില്ല. ഇത്ര സമയമായിട്ട് എണീറ്റില്ലെന്നോ? പൃഷ്ഠത്തിൽ വെയിൽ വരുന്നവരെ കിടന്നുറങ്ങുക. പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുന്നവരോട് പറഞ്ഞേക്ക്. എന്റെ ഗുഡ് മോർണിംഗ് പറഞ്ഞേക്ക് കേട്ടോ. നീ ഇവിടെ പുറത്തുനിന്ന് വല്യേക്ക? നിന്റെ കൊന്തറമ്പല്ല് മനുഷ്യരാരെങ്കിലും കാണൂലേ? പോയകത്ത്. കൃഷ്ണൻകുട്ടി ഇല്ലേ ഇവിടെ? എണീറ്റില്ല, ഉറക്കവാ. ഉറങ്ങാൻ ഹലോ വിനോദ്. സാറിന്ന് ലേറ്റ് ആണല്ലോ. I am little late today, but I appreciate your punctuality. You should join the military. ഞാൻ ഏർപ്പാട് ചെയ്തത്. സാറിന് വേറെ ഒന്നും പറയാനില്ലേ? വരും, നടക്കാം. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനില്ല, അല്ലെങ്കിൽ തന്നെ നടന്ന് കാലിന്റെ ഉപ്പൂറ്റ് തേഞ്ഞിരിക്കുക. അല്ല, ഞാൻ അറിയാൻ വയ്യാച്ചിട്ട് ചോദിക്കുക, സാർ എന്തിനാ ഈ രാവിലെ ഇറങ്ങി നടക്കുന്നേ? ടു കീപ് മൈസെൽഫ് യങ്. എന്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ. ഇനി എന്തോന്ന് കാത്തു സൂക്ഷിക്കാൻ ഒന്നും ഇല്ലല്ലോ. തന്റെ പ്രായത്തിൽ തനിക്ക് തമാശ. എന്റെ പ്രായമാവുമ്പോ തന്നെ മഷിയിട്ട് നോക്കിയാൽ ഈ ഭൂമുഖത്ത് കാണില്ല, അറിയാമോ? ചെറുപ്പകാലത്ത് തന്നെ കളിച്ചു തീർക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഭൗജിവായി. അല്ലാതെ ചെറുപ്പം ഇതുപോലെ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നിട്ട് എന്ത് കേടാനാ? ഗുഡ് മോർണിംഗ് വക്കീൽ സാർ. ഗുഡ് മോർണിംഗ്. താൻ എന്താ പറഞ്ഞേ? കൊച്ചുമേ, ഗ്രേസി കൊച്ചുമേ. വിനോദിന്ന് ലേറ്റ് ആണല്ലോ. ഞാനോ? മണി 7 അടിച്ചപ്പോ ഞാൻ ഇവിടെ എത്തിയതാ. ഇത്ര നേരം ഞാൻ ആ ഗ്രൗണ്ടിൽ ഇരുന്നു. അപ്പച്ചനൊന്ന് പോയി കിട്ടണ്ടേ കൊച്ചമ്മേ? അപ്പച്ചൻ പോയി ലേറ്റായി, ഞാനും ലേറ്റായി. ഇത്ര പേടിയാണോ അപ്പച്ചന്? പേടിച്ചിട്ടൊന്നുമല്ല, സദാസമയവും ഞാൻ ഇവിടെ ആണല്ലോ എന്നൊരു ധാരണ അപ്പച്ചന് വേണ്ടല്ലോ എന്ന് കരുതിയ. അണ്ണ ഇതുവരെ കുളിച്ചില്ലേണ്ണ? ഇല്ല, നീ ആയാലും കുളിയൊക്കെ കഴിഞ്ഞാലേ ആ ബൈക്ക് ഒന്ന് കഴുകി വെക്കേ. അപ്പോഴേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് അപ്പോ ഇറച്ചിക്കറി കഴിക്കാം. എനിക്ക് ഭക്ഷണം തരുന്ന എന്നെ കൊണ്ട് അടിമപ്പടി ജമ്മേ. ഓസിങ് തന്നെ. ഞാൻ വെറും ഓസായി പോയതുകൊണ്ടല്ലേ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇരിക്കണ്ട. അത്ര സമയം ആയിട്ടില്ല മോളെ. ഇനി 20 മിനിറ്റ് ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ബസ് വരെ. എഞ്ചിനീയറിംഗ് കോളേജ് ബസ്സോ? അതന്നെ, എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പൂവാലിനുമായിട്ട് ഇവക്കൊരു ലൈൻ. അതിനാ ഞങ്ങളെ നേരത്തെ കെട്ടിയെടുത്തോണ്ട് പോകുന്നത്. ചുമ്മാ പറയാം. കഴുത്തിലെല്ലാം ഇട്ടോണ്ട് പോ. ആ, എന്റെ താനുമല്ല, ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. അച്ഛൻ എന്തിനാച്ചാ മാല? അച്ഛന്റെ വൈജയന്തി മാലയല്ലോ ഈ നിൽക്കുന്നു. ഇവളുടെ കാര്യം. അറിയോ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പിന്നെ എന്നാ വേണം? അച്ഛൻ പറ. എന്നാ നമ്മളെ പെങ്ങളെ കെട്ടുന്നേ? ഇന്ന് റെഡി, ഇപ്പൊ റെഡി. ഇപ്പൊ കെട്ടിയ ഞാൻ തനിക്ക് കൂടെ ചെലവ് കയറേണ്ടി വരത്തില്ല. അത് വേണ്ടി വരും. അത് വേണ്ട, അത് വേണ്ടാന്നുള്ള നടപടിയാ നമുക്ക് ആവശ്യം. പിന്നെ ഉഴപ്പരുത്, ഇത്തവണ ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം. ഇവളെ കെട്ടിച്ചിട്ട് വേണം. ഷോ, എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ആളെ വരുന്ന പോലീസാക്കല്ലേ വിനോദേ. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. അണ്ണന്റെ കൂടെ കൂടിയ ശേഷം എന്റെ വിശപ്പിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പോട്ടെ. ഓക്കെ. എന്റെ അണ്ണൻ വരുന്നില്ലേ? ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിയാ മതി, വാഴയൊന്നും അടിക്കില്ല. കേറാൻ. അണ്ണൻ ഞാൻ അണ്ണാ, ഇത് വേണോ? കരാട്ടെ ചെയ്യാന്നോ കൂവിയത്? ഞാനല്ല. പിന്നെ ആരാ കൂവിയത്? മോനാണ്. ആ പറയാനേ, കൂവാങ്കി പിന്നെ പറഞ്ഞാലെന്നാ? മോൻ എതിനാ പഠിക്കുന്നത്? അപ്പൊ മോന് പോവാ. മോനോ? സെക്കൻഡ് പീരീഡ്. ഈ കൂവല്ലേ ആദ്യത്തെ 1 കൊല്ലം കൂവാ. അടുത്ത കൊല്ലം കൂവിയ ജീവിതകാലം മുഴുവൻ പറ കൂവിപ്പോ. ഈ കൊച്ചേട്ടൻ പോട്ടെ. ബെല്ലടിക്കുമ്പം ക്ലാസ്സിൽ പോണം കേട്ടോ. ചേച്ചി പാടാൻ സമ്മതിച്ചിട്ടുണ്ട്. സണ്ണിച്ചൻ അക്കോർഡിംഗ്, പെർക്കഷൻ ഞാൻ നോക്കാം. ഒരു വയലിൻ, ഒരു റിതം ഗിറ്റാർ, ഓർക്കസ്ട്ര കുറച്ച് മതി. ഉള്ളത് വെച്ച് നമുക്കങ്ങ് പൊലിപ്പിക്കാം. ബൈ ബൈ. യോ, തലയിൽ എന്താ ഇരിക്കുന്നു? എന്ത്? കുഞ്ഞ് ഇത്രയും മതിയായിരുന്നോ?
രണ്ടുപേരും കൂടെ തുണി അഴിച്ചിട്ടൊരു ക്യാബറ നടത്താത്തത് എല്ലാരും കാണുമല്ലോ. നാണമില്ല. സണ്ണിച്ച ഇന്ന് വൈകിട്ട് റിഹേഴ്സൽ തുടങ്ങാന്നാ വിചാരിക്കുന്നത്. ദേവി പാടുമല്ലോ, നമുക്ക് താരയെ കൊണ്ട് ഒരു ഇംഗ്ലീഷ് പാട്ട് കൂടെ. എന്റെ അമ്മച്ചി അതുകൂടെ ഞാൻ കാണണമല്ലോ. താര ഇംഗ്ലീഷ് പാട്ട് പാടും. താര ദേവി വന്നല്ലോ, നമുക്ക് നോക്കാം. സാറിന്റെ അടുത്താ പറഞ്ഞേ. എന്നല്ല, നമുക്ക് നോക്കാന്ന്. അയാള് പാടിക്കഴിഞ്ഞിട്ട് മതി. നിങ്ങൾ ഒരുമിച്ച് പാടേണ്ട ഡ്യൂറ്റാ അകലെ അകലെ എന്നുള്ള പാട്ട്. മെയിൽ വോയിസ് ഹാർമോണിയത്തിൽ വായിച്ചാൽ മതി. എനിക്ക് കൂടെ പാടാൻ ബുദ്ധിമുട്ടാ. എന്താ ചേച്ചി പറയുന്നത്? ഡിബേറ്റ് ഒരുമിച്ച് പാടി നോക്കണ്ടേ? ഹാർമോണിയത്തിൽ വായിച്ചാൽ എങ്ങനെ? സ്റ്റേജ് പാടിയാ പോരെ, ഇവിടെ പാടണമെന്നുണ്ടോ? എന്താ എന്താ ദേവി പാടത്തെ. നിങ്ങൾ പാടിക്കഴിഞ്ഞിട്ട് മതി. വേണ്ട. ചായ 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 വേണ്ട. ചായ വേണ്ട. ചായ ചായ അണ്ണാ ചായ കൊണ്ട് പറ. ഓഹോ ഒരു ചായ പ്ലീസ് വെയിറ്റ്. വെറുതെ എന്നെ ഇതിനകത്തൊന്നും വലിച്ചടിക്കണ്ടായിരുന്നു. ദേവി എന്താ വിചാരിച്ച്? എനിക്കെന്താ ദേവിയോട് പാടാൻ കൊതിയാ? ഞാൻ വളരെ സെൻസിറ്റീവ് ആണ്, തനിക്കറിയാലോ. എല്ലാവർക്കും ഓരോരോ മൂഡ്സ് ഉണ്ട്. ചായ 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 നോ ചായ നോ ചായ. എന്താ പ്രശ്നം? ചേച്ചി എന്തോ പറഞ്ഞു. അതൊരു വാട്ട് കേസല്ലേ, കളയളിയാ. വന്നല്ലോ. തുടങ്ങിയോ? നന്നായി പാടും ദേവി അല്ലേ? അകലേ അകലേ നീലാകാശം പഴം 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 ബിസ്ക്കറ്റ് പഴം ബിസ്ക്കറ്റ്. നാലഞ്ച് മലയാളം പാട്ട് കേട്ട് കഴിഞ്ഞ് ഒരു ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്ന സുഖമാ. ടേപ്പ് റെക്കോർഡിൽ നിന്ന് കേൾക്കാൻ സുഖമാണ്. ഏയ് നന്നായിരിക്കും താര. അയ്യോ എന്നെ അങ്ങ് ദത്തെടുക്കും അമ്പി സാർ. എന്തിനാ? ഇഷ്ടമുള്ളത് കഴിച്ചാ പോരെ. നന്ദൻ എവിടെ? നന്ദൻ നന്ദൻ ഞാൻ ഇറങ്ങാം സാർ. അല്ല ഭക്ഷണം കഴിക്കാതെയോ? ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അത് പറ്റില്ല, ഇന്ന് ഇവിടുന്ന് കഴിച്ചേ പറ്റൂ. വൈ നന്ദൻ? എല്ലാവരും കഴിക്കുമ്പോ നന്ദൻ മാത്രം കഴിക്കാതെ പോകുന്നത് ശരിയാണോ? അല്ല താര, ഒരുമിച്ച് പാടേണ്ട പാട്ട് ഒരു തവണ പോലും റിഹേഴ്സൽ നോക്കാൻ ഇവിടെ ചിലർക്ക് ബുദ്ധിമുട്ടാ. പിന്നെ എങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാ? കഴിക്കണേ വന്നിരുന്ന് കഴിക്കണം. കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദേവി സംസാരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നന്ദൻ എന്താ ഇത്? ഇല്ല സർ, ഒരുപാട് സഹിച്ചു. ഇറ്റ്സ് ടു മച്ച്. എന്റെ പഠിത്തം കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ റിഹേഴ്സൽ വരുന്നത്. ഇവിടെ വന്നാൽ ചിലരുടെ മട്ടും ഭാവം കണ്ടാലോ, എല്ലാം തേഞ്ഞ് അവർ മാത്രമേ ഉള്ളൂ. ആ ഭാവം നിങ്ങൾക്കാ. തർക്കുത്തരം പറയണമെങ്കിലേ അവൻ എന്റെ വീട്ടിൽ പോയി പറയണം. അതിന് നിങ്ങൾ ഒത്താശയൊന്നും വേണ്ട. ചേച്ചി ഇവിടെ ചെയ്യുന്നുണ്ടോ? ഈ എല്ലാവരെയും കാണുന്നത് എന്നെ കാണുന്നത് കേട്ടോ. എന്താ ഇത്? ഇത്രയേ ഉള്ളൂ. വർഷത്തിൽ ഒരിക്കലെങ്കിലും നാം ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു സ്വയം ചികിത്സ നടത്തുന്നത് നമ്മുടെ അടുക്കളയ്ക്ക് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. അടുത്ത വർഷം ഇതിലും ഭംഗിയായി ഇങ്ങനെ ഒരു മേള നടത്താൻ സഹായിക്കണേ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഉടൻ തന്നെ ഗാനമേള ആരംഭിക്കുന്നതാണ്. ദേവി ശ്രുതിയൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ. ഞാനൊന്നിനാണ് പാടുന്നത്. ദേവിയോ? ഞാൻ പാടുന്നില്ല. എന്താ ദേവി? ഞാൻ പാടുന്നില്ല, അത്ര തന്നെ. തുടങ്ങാൻ എന്താ നന്ദൻ? അല്ല ദേവി പാടുന്നില്ല. അതെന്താ പാടാത്തെ? ഞാൻ പാടുന്നില്ല, അവരൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെ പാടാതിരുന്ന? ഏതാനും നിമിഷങ്ങൾക്കകം ഗാനമേള ആരംഭിക്കുന്നതാണ്. പാടുന്നില്ല ഇന്നലെ പറയണമായിരുന്നു, ഇപ്പോഴാണ് പറയുന്നത്. നീ എന്നെ പാടു നോക്കൂ ചന്ദ്രു. ഓ ഇത് വലിയ ഗതികേടായല്ലോ. എനിക്ക് അന്നേ അറിയായിരുന്നു സാർ, അതൊരു വട്ട് കേസാ.
എന്ത് ചെയ്യാനാ തനിച്ച? എന്ത് ചെയ്യാനാ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ. ഹലോ ഹലോ ഹലോ. ഗാനമേള ഉടനെ ആരംഭിക്കുന്നതാണ്. ഒന്നുകൂടെ പറ. ഗാനമേള ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ഒന്നുകൂടെ പറ. ഇനി എന്തൊന്ന് പറയാൻ? നീ എല്ലാവരുടെ പേര് പറ. അക്കോർഡിയൻ സണ്ണി, ഇലക്ട്രിക് ഗിറ്റാർ കരാട്ടെ ശ്രീകുമാർ, തബല വിജയൻ, കോങ്കോ ഡ്രം ചന്ദ്രു, ജാസ് ജോണി, വയലിൻ സുബ്രഹ്മണി, ഇലക്ട്രിക് ഗിറ്റാർ പത്മകുമാർ. പാടുന്നത് നന്ദൻ, ദേവി, താര. ഗാനമേള ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ഞാൻ പാടാം. നന്ദേട്ടാ, നന്ദേട്ടൻ ഒരു ഭീരുവാണല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ ഇഷ്ടമല്ലേ? നന്ദേട്ടന് എന്നെ ഇഷ്ടമല്ലേ എന്ന്? അത് പിന്നെ എന്ത് പിന്നെ? ഇതുവരെ എന്നോട് പറയായിരുന്ന എന്താ? എനിക്ക് നന്ദേട്ടന് വലിയ ഇഷ്ടമാണ്. നേരിട്ട് ഇക്കാര്യം പറയുന്നത് സില്ലിയാണെന്ന് തോന്നിയതുകൊണ്ടാ ഇതുവരെ പറയായിരുന്നത്. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. എന്നെ ഇഷ്ടമല്ലേ? അതേന്ന് പറയുന്നുണ്ടേട്ടാ. അതെ. നാളെ ഇക്കാര്യം അമ്മയോട് ഒന്ന് പറയണം. പറയോ? പറയാം. അമ്മ, നന്ദേട്ടൻ വന്നിരിക്കുന്നു. നന്ദേട്ടൻ അതിനാണോ ഇങ്ങനെ ഓടിയിറങ്ങിയത്? എന്താ മോനേത്? വല്ലാതെ വേർതിരിക്കുന്നല്ലോ. സൈക്കിൾ ചവിട്ടി വന്നതാ. ഇരിക്ക്. അല്ല, ഇന്ന് കോളേജില്ലേ? പോയില്ല. ഇന്നലെ പാടിയതിന്റെ ക്ഷീണമാണോ? ആ, ഇവിടെ ഒരുത്തിയും പോയിട്ടില്ല. ആഹാ, അപ്പൊ നിനക്കറിയാലോ. ഇതാ മോനെ, കുടിക്കും. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയണമായിരുന്നു. പറയൂ. എന്താ, രഹസ്യമാണോ? അല്ല. പിന്നെ? അത് പിന്നെ അമ്മ, എന്നോട് ദേഷ്യം തോന്നരുത്. ഇപ്പൊ എന്നോടുള്ള ഇഷ്ടത്തിന് കുറവുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്തിനാ ഇപ്പൊ ഇത്ര മുഖവരെയൊക്കെ? എന്താണെങ്കിലും പറയൂ. അമ്മ, ദേവി എനിക്കിഷ്ടമാണ്. എനിക്കൊരു ജോലി കിട്ടിയിട്ട് ദേവി എനിക്ക് കല്യാണം കഴിച്ചു തരണം. മനസ്സിനകത്ത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ അമ്മയെ ഇത് അറിയിക്കണമെന്ന് തോന്നി. തെറ്റാണെങ്കിൽ അമ്മ. ഒരു തെറ്റുമില്ല, എനിക്കിഷ്ടമാണ്. ആദ്യം മോനെ കണ്ടപ്പോ
ഞാൻ മനസ്സിലാഗ്രഹിച്ച കാര്യമാണ്. എനിക്കിവിടെ ഒരുത്തിയല്ലേ ഉള്ളൂ. അവളെ സ്നേഹിക്കുന്ന, അവളെ മനസ്സിലാക്കുന്ന ഒരാളെ കൊണ്ട് കെട്ടിക്കണമെന്നാ എന്റെ ആഗ്രഹം. എനിക്ക് മോനെ ഇഷ്ടായി. എനിക്കറിയാം അവൾക്കും മോനെ ഇഷ്ടം. ഒരു കാര്യം രണ്ടുപേരോടായിട്ട് പറയാണ്, ചെറുപ്പക്കാരുടെ എടുത്തിയാട്ടൊന്നും കാണിക്കരുത്. ഇപ്പൊ ചെയ്യേണ്ടത് രണ്ടുപേരും വൃത്തിയായിട്ട് പഠിക്കുക. മോൻ നന്നായിട്ട് പഠിച്ച് ഒരു ജോലി സമ്പാദിക്കണം. സമയമാകുമ്പോ ഞാൻ ദേവിയുടെ അച്ഛനോട് എല്ലാം പറഞ്ഞോളാം. അമ്മയ്ക്ക് പറയാൻ ഈ ഒരിടമേ ഉള്ളു മോളെ. പരിഭവങ്ങളും പരാതികളും എന്നും ഇവിടെ നിരത്തി വെച്ച് പൂജിക്കും. ഇതുവരെ നല്ലതേ വരുത്തിയിട്ടുള്ളൂ. ഇതും നല്ലതിനു വേണ്ടിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. തൽക്കാലം രണ്ടുപേരും നല്ലവണ്ണം പഠിക്കുക. അവനൊരു ജോലി കിട്ടിയിട്ട് ഞാൻ വന്ന് മോളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാം. അമ്മയ്ക്ക് മോളെ അങ്ങ് ഇഷ്ടായി. എന്നാ ഇനി വൈകിക്കണ്ട. മോനെ, എന്താ ദേവി മോളെ ഒന്ന് കൊണ്ട് വിട്ടിട്ട് വാ. എന്താ ഞാൻ പോണോ? പോണ്ടെന്ന് പറയൂ. പോണ്ട. അപ്പൊ അമ്മ എന്താ പറയും? ദേവിക്ക് അനുസരണയില്ല എന്ന് പറയും. നാളെ അങ്ങോട്ട് വരുമോ? അയ്യോ, പരീക്ഷ എടുത്തില്ലേ? ഒന്ന് വന്നിട്ട് പോന്നോളൂ. 1 മണിക്കൂർ വേണോ? വേണം. ഞാൻ കാത്തിരിക്കും. വൈകിട്ട് വന്നാ മതി, 6 മണിക്ക്. ദളിത ദാനവ കേശിരേ പരമ പുരുഷരേ യാരേ യാരേ. ദളിത ദാനവ കേശിരേ പരമ പുരുഷരേ യാരേ യാരേ. സണ്ണി, നടക്കട്ടെ നടക്കട്ടെ. ഇല്ല, കഴിഞ്ഞു. അമ്മയുടെ ശ്രുതി അല്ലേ? എനിക്കതാ ഇഷ്ടം. ഒരു കൊച്ചുകുട്ടിയായ പോലെ തോന്നും. അമ്മ കുളിപ്പിക്കുന്നതും അച്ഛൻ സ്കൂളിൽ കൊണ്ടുവന്നതൊക്കെ. പാല് കാച്ചിയില്ല. ഞാൻ സണ്ണിക്കൊരു ചായ എടുക്കാം. അമ്മേ, ഞാൻ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ? അതിനെന്താ ഇത്ര ചോദിക്കാൻ? അല്ല, നസ്രാണി ആയതുകൊണ്ടേ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല മോനെ. ശീലിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. നല്ല മനസ്സുള്ളവരാ നല്ല ദൈവങ്ങള്. അല്ലാതെന്താ? ഞാൻ ചായ എടുക്കാം. ഞാൻ ഡ്രസ് മാറട്ടെ. വർണ്ണമേഘങ്ങളുയലാടുന്ന വാസരാന്ത സമീരനിൽ പുതിയ ഒരെണ്ണം. നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള പാട്ട്. സമയം പോകാൻ ഒരു വഴി വേണ്ട അളിയാ. അപ്പച്ചനുണ്ട് ചീത്ത വിളിക്കും. അപ്പച്ചൻ ഇറങ്ങിയാൽ ഉടനെ ഹാർമോണി എടുക്കും. ചുമ്മാ കോഴ്സ് വായിക്കും. അങ്ങനെ കിട്ടിയതാ. സത്യം പറഞ്ഞ നിന്നെയും ദേവിയെ മനസ്സിൽ വന്ന്. എന്താ അങ്ങനെ? നിങ്ങളുടെ ഒരു ലൈനാ അത്, വളരെ റൊമാൻറ്റിക് ആയിട്ട്. എന്റെ ഒരു ബഹളമല്ലേ. അതൊക്കെ പോട്ടെ, നീ ദിവസവും ദേവി നിവാസ് സന്ദർശിക്കുന്നതായിട്ട് അറിയാം. ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യും. നമുക്ക് ചുമ്മാ പാട്ട് കമ്പോസ് ചെയ്യാം. പറയാൻ വിട്ടുപോയി, 4 പാട്ട് ഞാൻ കമ്പോസ് ചെയ്താൽ അച്ചായൻ അതൊരു ഡിസ്കാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുക. അച്ചായന്റെ ഫ്രണ്ട്സ് ഉണ്ട് മദ്രാസിൽ. പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് പാടിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. കിടക്കട്ടളിയാ നമ്മുടെ പേരിൽ ഒരെണ്ണം. ആർക്കറിയാം, നീ വലിയ പാട്ടുകാരനും ഞാനൊരു കമ്പോസറും ഒക്കെ ആയെന്നിരിക്കും. ഹലോ. കരാട്ടെ ശ്രീയും തിരിച്ചുപോയി. സണ്ണി ഇതെവിടെ പോയി കിടക്കുന്നു? ഞാനിതൊക്കെ അനുഭവിക്കണം. വിശന്നിട്ടാണ് കണ്ണു വരെ പോയെന്ന്. जब दिल ही टूट गया, दिल ही टूट गया. ഇനി ഇതിന്റെ കുറവേ ഉണ്ടായിരുന്നു. KL സൈകൾ
जब दिल ही टूट गए। मॉर्निंग। गुड मॉर्निंग। आप कैसा हो भौजी भाई? मैं तो अच्छा हूँ, आप कैसा है? ठीक है. ഈ നന്ദനെ സ്ഥിരമായിട്ട് ഇവിടെ കാണുന്നില്ല, എന്താ കാരണം? ഒന്നുമില്ല സർ. मुझे सब मालूम है, खबरदार खबरदार. धन्यवाद धन्यवाद. വിശന്ന് കഴിവേറി ഇരിക്കുമ്പോഴാ ജബ് ലിറ്റില്ലി ടൂട്ട് ഗയാ. കേട്ട ഇഡ്ഡലിയാണെന്ന് തോന്നുന്ന. സണ്ണി എന്നാ വൈകിട്ട് കാണാം. അല്ലയാ വൈകിട്ട് ഒരു അരമണിക്കൂർ. ഓരോരുത്തരുടെ സമയം. അണ്ണാ എനിക്കും കൂടെ ഇതുപോലെ വീട് ഒപ്പിച്ചതാ. ഇപ്പൊ തന്നെ വേണോ? ഇപ്പം വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മതി. എന്റെ അണ്ണാ കേറ. നന്ദം വരൂ. ചന്ദ്രല്ലേ അപ്പുറത്ത്? കണ്ടു. റിസൾട്ട് എന്ന് വരും മോനെ? ഒന്നും അറിയില്ലമ്മേ. നന്ദന് പിന്നെ ജയിക്കുന്ന കാര്യം പ്രശ്നമല്ലല്ലോ, ക്ലാസ് കിട്ടുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ ടെലിഫോൺ ബിൽ അടച്ചോ? ഇന്നലെ അടച്ചു. നന്ദന കൊണ്ടുപോയി അടച്ചേ. നീ എങ്ങോട്ടാ? വെറുതെ ഒന്ന് പുറത്തേക്ക്. നന്ദൻ വരുന്ന ഗ്രൗണ്ടിലേക്ക്? ഇല്ല, ഞാൻ സണ്ണിയെ കണ്ടിരുന്നു. നന്ദേട്ടാ നീ വന്നേ, നമുക്ക് ഇവിടെ ഇരിക്കാം. ആരും കാണത്തില്ല, വാ. എന്താ സാറേ ഒരു ഗൗരവം? എനിക്കൊന്നും അത്ര ഇഷ്ടമല്ല ദേവി. ഏതെല്ലാം? ഈ മരത്തിന്റെ മുകളിൽ കയറി സ്മാർട്ട് ആകാനുള്ളൊരു ശ്രമം. ശരി, ഞാൻ ഇനി സ്മാർട്ട് ആവുന്നില്ല, മരത്തിലും കയറുന്നില്ല. പക്ഷെ സാറൊന്ന് സ്മാർട്ടായി കണ്ടാ കൊള്ളാവുന്നുണ്ട്. ഞാനിനി എന്ത് സ്മാർട്ട് ആവാനാ? ആദ്യമായി ഒരു പാന്റ് ഇടുക, ഷർട്ട് ഇൻ ചെയ്യുക, പിന്നെ ഇവിടെ വരുമ്പോഴെങ്കിലും നെറ്റിയിലെ ഈ കള്ളക്കുറി മാറ്റിളയണം. എന്തോന്നാ? മോളുവാ മോളുവാ. അങ്ങനെ അവൻ കഴിച്ചില്ലേ മോളെ? ഇല്ല പച്ച. സണ്ണി, ഓ വന്നു കഴിച്ചിട്ട് പോടാ. അവളെ മെനക്കെടുത്തണമെന്നൊരു വാശി പോയാണല്ലോ. വാഷിംഗ് പൗഡർ. ആ വരുന്നപ്പച്ച, നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി വല്ലതും കഴിച്ചു. അപ്പൊ പിന്നെ ഞാനോ? എടാ അപ്പച്ചൻ താഴെയുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് കഴിക്കണ്ടേ? നമുക്ക് ഒരുമിച്ച് കഴിക്കാളിയാ. ഇന്ന് എന്താ അളിയാ? ദോശ മുട്ട കറി. എന്റെ അണ്ണാ. അപ്പച്ച വിനോദ്. അപ്പച്ചൻ അസൗകര്യമായെന്ന് തോന്നുന്നു. ഏയ്, ഇവിടുന്ന് പലപ്പോഴും ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത് ആദ്യമാ. എങ്ങനെ? അല്ല, അപ്പച്ചനുമായിട്ട് ഇങ്ങനെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് അപ്പച്ചനെ നേരത്തെ അറിയാം. എങ്ങനെ അറിയാം? കമ്മീഷണറെ തല്ലിയ കേസില് അപ്പച്ചനാണല്ലോ ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി വാദിച്ചത്. ഞങ്ങളൊക്കെ അപ്പച്ചന്റെ വാദം കേൾക്കാൻ വരുമായിരുന്നു. നല്ല മൊരാന്നിരിക്കും. സ്റ്റുഡൻസിന്റെ ഇടയിൽ അപ്പച്ചന് വലിയ പേരാ. പേരുണ്ടായിട്ട് എന്ത് കാര്യം? നോക്കിക്കണ്ട് നടത്താൻ ആളില്ലെങ്കിൽ ഇത്രയും നാളുകൾ ഉണ്ടാക്കിയ പേരും പ്രാക്ടീസും ഒക്കെ വെറുതെ ആവില്ലേ? അതെ അതെ, ഞാൻ എപ്പോഴും സണ്ണിയോട് ചോദിക്കാറുണ്ട്, ഇത്രയും പേരെടുത്ത ഒരു വക്കീൽ അപ്പച്ചൻ ഉണ്ടായിട്ടും നീ എന്താടാ LLBക്ക് പോകാത്തത്, നീ എന്താടാ LLBക്ക് പോകാത്തത്? ദൈവമേ, ഈ സാഹചര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ LLB എടുത്തേനെ. ഇനിയിപ്പോ ഒന്നും നടക്കുകയല്ല, ഇല്ലേ അപ്പച്ചോ? ഏതായാലും താമസിയാതെ എനിക്ക് അപ്പച്ചന്റെ സഹായം വേണ്ടി വരും. എന്ത് സഹായം? ഒരു 3 മാസം കൂടെ നോക്കും. എനിക്കൊരു ജോലി ശരിയായില്ലെങ്കിൽ 1-2 വരെ ഞാനിവിടെ തട്ടും. എന്നിട്ട് ഞാൻ അപ്പച്ചന്റെ അടുത്തോട്ട് വരും. തൂക്കിക്കൊലയിൽ നിന്നും ജീവപര്യന്തമാക്കി എന്റെ ശിക്ഷ ഇളവ് ചെയ്ത് ധരിപ്പിക്കണം. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം പല ജയിലിലും പോയി കൊഴുക്കട്ടയും നിന്ന് കിടക്കുന്ന. ഞങ്ങൾക്കും അതാ ലാഭം. ഇങ്ങനെ 2 ദിവസം പഠിപ്പിച്ചാൽ ഞാൻ പയറ് പോലെ ഓടിക്കൊണ്ട. നേരെ നോക്കി ഓടിക്കാ. നേരെ നോക്കി ഓടിക്കേ. നേരെയാ നോക്കുന്നത്. കുനിഞ്ഞെത്തുന്ന നേരെയാ നോക്കുന്നത്. അയ്യോ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. മുടി മുടി. ബ്രേക്ക് നിർത്താൻ. നിർത്താൻ. സ്റ്റോപ്പ്. യു 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 നിർത്താൻ. ബ്രേക്ക് ബ്രേക്ക് മുടിയണം. ബ്രേക്ക് ഔട്ട്. ഇറങ്ങടാ. ഇറങ്ങടാ. ഇതെന്തോന്ന് പഠിപ്പീര്? നമുക്കൊന്ന് കറങ്ങിട്ട് വരാ. ഇവിടെ കിടന്ന് കറങ്ങിയാ മതി. എന്നെ പഠിപ്പിച്ച തനിക്ക് തന്നെ എന്റെ പ്രയോജനം. എന്ത് പ്രയോജനം?
പലപ്പോഴും മീനോ ഇറച്ചിയോ വാങ്ങിക്കാൻ. അതിനവിടെ സൈക്കിൾ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് പോയാൽ മതി. അളിയാ, നമ്മുടെ നന്ദന് വല്ലതും കൊടുത്തോ? രാവിലെ വെറും വയറ്റിൽ അവൻ ഇറങ്ങിയതാ. നീ എന്താ വല്ലായിരിക്കുന്നത്? ഓ, ഒന്നുമില്ല സനിജ. പിന്നെന്താ, രണ്ടുണ്ടോ? സംഗതിയൊക്കെ ആകെ മാറി. ഞാനിപ്പോ എന്റെ വീട്ടിലൊരു അന്യനായി മാറിയിരിക്കേ. അതെന്താ അളി അങ്ങനെ? നന്ദൻ വരുന്നു, എന്നെ കണ്ടൊരു സലാം വെച്ചെങ്കിലായി, ഇല്ലെങ്കിലായി. നമ്മളാരും അല്ലല്ലോ. ഒന്നും പറയണ്ട, അവനായിപ്പോ അവിടുത്തെ എല്ലാം. അതിന് കാരണം നന്ദൻ നിന്റെ സഹോദരി ദേവി മേനോനുമായി പ്രേമത്തിലാണ്. പ്രേമിച്ചോട്ടെ, പ്രേമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും എന്റെ വീടല്ലേ സനിജ, ഞാനല്ലേ അവനെ അവിടെ കൊണ്ട് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് നമ്മളെ ഒരുമാതിരി ഏഴാം കൂലിയാക്കിയാലോ? മനഃപൂർവ്വമല്ല, ഒക്കെ നിന്റെ തോന്നല. അളിയാ, പ്രേമം അസ്ഥി പിടിച്ചിരിക്കുന്ന സമയമാണ്. നീ ഒന്നും പറയണ്ട, കറങ്ങി തിരിഞ്ഞിങ്ങി വരും. നന്ദനും ദേവിയും പ്രേമിച്ചോട്ടെ, എനിക്ക് എന്റെ കാമുകയെ കാണാൻ സമയമായി. നിങ്ങൾ ഇവിടെ ഇരിക്കെ. വേറൊരസ്ഥി. നമുക്ക് പോണ്ടേ? ഞാൻ രാവിലെ അപ്പച്ചനോടും അമ്മച്ചിയോടും ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കാര്യം അവതരിപ്പിച്ചു. എന്ത് പറഞ്ഞു? അപ്പച്ചന് വലിയ കുഴപ്പമില്ല, അമ്മച്ചിക്കാണ് പ്രശ്നം. അമ്മച്ചിക്ക് എന്താ പ്രശ്നം? മറ്റൊന്നുമല്ല, വെള്ളാടി ഇത്തിരി ഓവറല്ലേ എന്നൊരു സംശയം. എനിക്കല്ല, അമ്മച്ചിക്ക്. പറയേ അമ്മച്ചി, എന്റെ ഒരു അവസ്ഥ അമ്മച്ചി മനസ്സിലാക്കണം. ഞാനൊരു പാവം അമ്മച്ചി. പിന്നെ ഇച്ചിരി വെള്ളം അടിക്കും, ഇച്ചിരി എന്നല്ല, സാമാന്യം ഭേദമായിട്ട് കഴിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, അമ്മച്ചിയുടെ ഈ മകളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്ന അന്ന് മുതൽ ഞാൻ വെള്ളമടി നിർത്തത്തില്ല. ഇല്ലാടത്ത് ഞങ്ങളിന്ന് വെളിയിലെ ഭക്ഷണം. നുണക്കുഴിക്കവിളിൽ ശ്രദ്ധിക്കട്ടെ. അതിനെന്താ? എന്തിനായിരിക്കണം? നമ്മുടെ ബൈക്ക്, നമ്മുടെ റോഡ്, നമ്മുടെ നമ്മൾ പാടുന്നു. ഇത് ബാറല്ലേ? അതെ. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇതിനാണ് റെസ്റ്റോറന്റിൽ പോവാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. റെസ്റ്റോറന്റിനേക്കാൾ സുഖം എവിടാ മോളെ? നമുക്ക് സ്വയമായിട്ട് സംസാരിക്കാം. എനിക്ക് 2 സ്മോൾ അടിക്കാം. കമാൺ. വളരെ കൊയറ്റല്ലേ ഇവിടെ? അതെ അതെ, സണ്ണിച്ചന്റെ താളത്തിനൊക്കെ തുള്ളുന്നുണ്ടല്ലേ? എന്താ ഇത്? എന്നാ വേണ്ടപ്പാ? വേണ്ട, കഴിച്ചോളൂ. ജോണേ, 2 ലാർജ് വിസ്കി. നിനക്ക് ഓറഞ്ച് ജ്യൂസ് പോരെ? ഒരു ഓറഞ്ച് ജ്യൂസ് തരേ? ഐ എം സോറി. സാരമില്ല, സണ്ണിച്ചന്റെ ഇഷ്ടമല്ലേ? നോക്ക്, ഈ പ്രേമിക്കുന്നതിന് 2 രീതികളുണ്ട്. ഒന്ന്, എന്താ പറയാ, ഈ പൂക്കളും കാറ്റും പോലെ, ഗാനവും സംഗീതവും പോലെ, വളരെ റൊമാൻറ്റിക് ആയിട്ട്. നന്ദേട്ടാ, നമുക്കൊരു വീട് വേണ്ടേ? ബ്ലൂ നിറമുള്ള കൊച്ചു വീട്. അവിടെ ഫേർണിച്ചർ ഒന്നും വേണ്ട കേട്ടോ. അതെന്താ? ഫേർണിച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണാൻ വരും, നമ്മളെ ബോറടിക്കും. നമുക്ക് അതിനൊന്നും സമയമില്ലല്ലോ. പിന്നെ നമ്മുടെ മുറിയില് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും വേണം. പിന്നെ ഒരു കാര്യം വേണം, 3 കുരങ്ങന്മാര്. 3 കുരങ്ങന്മാർ? അത് വേണോ? ആ, നമ്മൾ കാലത്ത് എഴുന്നേക്കുമ്പോ ആരെങ്കിലും കണ്ടൊന്ന് കാണിക്കണ്ടേ? ആ, വീടിന് പേരിട്ടോ? പേരൊക്കെ എന്നെ ഇട്ടു, പാരഡൈസ്, സ്വർഗം. ആ, വീടിനൊരു പോർട്ടിക്കോ വേണം, നമ്മുടെ 3 സീറ്റർ കാർ ഇടാൻ. 3 സീറ്റർ കാർ? 2 സീറ്റർ പോരെ? അപ്പൊ നമ്മുടെ മോനോ? അതൊരു രീതി. ഇത് എന്റെ രീതി, എന്റേത് മാത്രമായ രീതി. സകല തൊട്ടിത്തരങ്ങളുമായി പ്രേമിക്കുക. കാമുകന് ചാർമിനാർ സിഗരറ്റിന്റെ ഗന്ധമാണല്ലേ? ബാറിലിരുന്ന് കൊച്ചു വർത്താനം പറയുന്നതാണ് അനിഷ്ടം. ഇതെല്ലാം സഹിക്കുന്ന പരിശുദ്ധയായ പെൺകുട്ടിയെ
അവൻ പരസ്യമായി കെട്ടിപ്പിടിക്കും. ചുരുക്കത്തിൽ ഒട്ടും റൊമാൻറ്റിക് അല്ല. അച്ഛൻ സമ്മതിക്കുന്നുണ്ടല്ലേ? സമ്മതിച്ചില്ലേലും ചെയ്യും. എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും എന്റെ ഔട്ട്ലുക്ക് എന്റേത് മാത്രമാണ് താര. എല്ലാ റിലേറ്റീവ്സും എതിരാ. ഞാനൊരു സിനിമ ഡയലോഗ് പറഞ്ഞോട്ടെ. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താര എന്ന സുന്ദരിയെ സണ്ണി എന്ന ഈ പോക്കിരി കെട്ടിയിരിക്കും. ഒരുപാട് ഓടിത്തളർന്ന് വിയർത്ത് കുളിച്ചു വന്നിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഒരു അത്ലറ്റ് മാത്രം അനുഭവിക്കുന്ന സുഖം. ആ സുഖമാണ് നീ. യെസ് താര. ഇത്തവണ ഞാൻ പൊങ്ങി. റിസൾട്ട് അറിഞ്ഞോ? അമ്മേ, റിസൾട്ട് അറിഞ്ഞു. എനിക്ക് നന്ദന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇവൻ പാസ്സായി. അതല്ലേ ആദ്യം പറയേണ്ടത്. കൈ ഉടലെയാ. ഏതായാലും 3 പേരും പാസ്സായല്ലോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ മാത്രം പോരമ്മേ. അയ്യോ, ഒന്നുമില്ലല്ലോ മോനെ. ദോശ ഇട്ട് തരട്ടെ. അമ്മേ, അമ്മമ്മയുടെ പാട് നോക്കിയേ. ഞങ്ങളിപ്പോ മൂക്കറ്റം കഴിച്ചേ ഉള്ളൂ. എവിടെ പോകുന്നതാ ഇതെല്ലാം കൂടെ? സണ്ണി, നമ്മുടെ പാട്ടിന് തുടക്കം എങ്ങനെയാ? പറ. ഏത് പാട്ടാളിയാ? ഏത് പാട്ട്? വർണ്ണമേഘങ്ങളുയലാടുന്ന വാസരാന്ത സമീരനിൽ ലല്ലലാലാല ലല്ലലേലേ വന്നു ഞാൻ, ദേവി വന്നു ഞാൻ, ലല്ലലാലവി വന്നു ഞാൻ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പഴയ ഹിന്ദി പാട്ട്. എവിടെ കേട്ടിട്ടുണ്ട്? ഫൗജിബായി പാടി കേട്ടിട്ടുണ്ട്. ഹം കിസി സേ കം നഹി, ഹം കിസി സേ കം നഹി. വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ഇന്നത് ചൂടാണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, വേറെ ആരെങ്കിലും പറയും. ആരും പറയണ്ട. ഇത് ഞാൻ ട്യൂൺ ചെയ്ത പാട്ടാ. സംഗീതത്തിന്റെ മേഖലയിലൊന്നും കയറി സാർ കൈവയ്ക്കണ്ട. സാറിനൊരു മേഖല ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. സംഗീത സംവിധായകനും ഗായകനും ആകാൻ സ്വന്തമായിട്ട് മാത്രം വിചാരിച്ചാൽ പോരാ. ഞങ്ങൾ ശ്രോതാക്കളും കൂടെ വിചാരിക്കണം. ഈ ഞങ്ങൾ ശ്രോതാക്കൾ ആരാണ്? സപ്തസ്വരത്തിൽ അധിഷ്ഠിതമായ സംഗീത അപഗ്രഹണം നടത്തി നല്ലതിനെ പാടെ കളയുകയും സ്വീകരിക്കുകയും ഇതുപോലുള്ള അനുകരണങ്ങളെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരായ സംഗീത ആസ്വാദകർ കേൾവിക്കാർ. അതാ പറഞ്ഞത്. ചുമ്മാ കേട്ടോണ്ടിരുന്നോ ചില പാട്ട്. എന്താ അവിടെ? അമ്മേ, നന്ദനെ ഇന്നൊന്ന് വിട്ടു തരണം. എങ്ങോട്ടാ? ഇന്ന് താരയുടെ വീട്ടിലെ ഊണ്. ഇവനെ കൊണ്ടുചെല്ലാന്ന് ഏറ്റിട്ടുണ്ട്. നീ പോയി എളുപ്പം ഡ്രസ് മാറിട്ടോ. അണ്ണാ, ഞാനും കൂടെ. അണ്ണനൊന്ന് പാട്. നിന്റെ ഫൗജി ബായുടെ പോയി കേട്ടാ മതി. എന്റെ അത് കേക്കണ്ട. വിനോദേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോട്ട് വാ. അതെ, നമുക്ക് ഷാപ്പിൽ നിന്ന് വായിക്കാം. ബെസ്റ്റ് തോലിക്കറിയും കപ്പയും കിട്ടും. നീ പോയി വാങ്ങിച്ചോട്ടോ. അപ്പൊ നിങ്ങളാരും വരുന്നില്ലേ? ഞങ്ങള് ഷാപ്പിൽ കയറുന്ന ആരെങ്കിലും കണ്ട? ആഹാ, എന്നെ കണ്ടോട്ടോ. അല്ലെ, മനസ്സിലായില്ലേ? എന്നെ അണ്ണാ പോയി വാങ്ങിച്ചോട്ടോ. ഇതൊക്കെ ആണെങ്കിലും പാസ്സായപ്പം വല്ലാത്തൊരു റിലീഫ് അല്ലേ അളിയാ? ഇനിയോ? ഇനി ഒരു ജോലി സംഘടിപ്പിക്കണ്ടേ? എന്നെക്കാളും നിനക്കായിപ്പോ ജോലിയുടെ ആവശ്യം. എന്റെയും താരയുടെയും കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് കൺഫേംഡ്. നിന്റെയും ദേവിയുടെയും കാര്യം അതുപോലല്ല. ഞാൻ കേട്ടെടുത്തോളം ദേവിയുടെ അച്ഛൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. എന്നാലും അറിയിച്ചല്ലേ പറ്റൂ. അതൊരു ജോലി കിട്ടിയിട്ടാവുമ്പോ. മറ്റതില്ല. മറ്റതില്ല. എന്തോന്ന്? കപ്പയും മീനും. എന്തോന്ന്? കപ്പയും മീനും. നീ അടിച്ചാ? പിന്നെ അല്ലാതെ. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ അവിടെ ഇരുന്നവരെല്ലാം എന്നെ വിനോദേ വിനോദേ എന്ന് വിളിക്കുന്ന പോലെ തോന്നി. എനിക്കാണെങ്കിൽ ഒരു സഭാകമ്പം. എന്തത്? സഭാകമ്പം. അപ്പൊ ഞാൻ 2 പൊടി വാങ്ങിച്ചടിച്ചു. എന്നിട്ട് സഭാകമ്പം മാറിയാ? മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വരുന്നില്ല. അവനെ നടക്കിരുത്തിയാ മതി. നീ ആരടുത്ത് ചോദിച്ചോണ്ടോ അടിച്ച്? എന്നോട് തന്നെ ചോദിച്ചോണ്ട് അടിച്ചു. റിസൾട്ട് അറിഞ്ഞോ? ഇവിടെ രാവിലെ അറിഞ്ഞു മോനെ. ഇത്രയും നേരം കാത്തിരുന്നിട്ട് പിണങ്ങിയിരിക്കുക ഒരാള്.
ഗുഡ് ഈവനിങ് മിസ് മേനൻ. പിണങ്ങരുത് ദേവി. ഉച്ചയ്ക്ക് സണ്ണി ഒന്ന് വിളിച്ചോണ്ട് പോയി. എനിക്കൊന്നും കേൾക്കണ്ടോ. നാളെ ഇത് കൊടുത്തോണ്ട് നമുക്ക് അമ്പലത്തിൽ പോണം. മോളെ റിസൾട്ട് അറിഞ്ഞു. അത് പറയാൻ വന്നാ. ദേവി എവിടെ? മോളിലുണ്ട്. അച്ഛന് ഇഷ്ടമായാലും തോന്നുന്നു. ഞാൻ പറഞ്ഞോളാം. 2 പുഷ്പാഞ്ജലി, ദേവി മകം, നന്ദൻ അവിട്ടം എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ കഴിക്കണം. ശരി. കൺഗ്രാറ്റുലേഷൻസ് നന്ദൻ. താങ്ക് യു സർ. ക്ലാസ് ഉണ്ടെന്ന് അവൾ പറഞ്ഞറിഞ്ഞു. രണ്ടാമേ വന്നുള്ളൂ. അല്ല, അമ്മയുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നന്ദനെ അറിയില്ലേ? പിന്നെ നീ കൂടുതൽ അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായി തന്നെ നടക്കട്ടെ. വരട്ടെ. എന്നാ ചെന്നാ വരട്ടെ. ഇനിയിപ്പോ എന്തെങ്കിലും പുതിയ ബിസിനസ് ഒക്കെ നോക്കണേ. അല്ലെ നിൽക്കാൻ പറ്റില്ല. ടാക്സിന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗുഡ് ഈവനിങ് ടു ഓൾ. ഹലോ മേനോൻ. ഉത്തരവാദിത്തങ്ങൾ ഓരോന്നായി തീർത്തു വരികയല്ലേ? ഞാൻ ഇന്ന് രാവിലെ മിസ്സസിനെ മോളെയും കണ്ടിരുന്നു, അമ്പലത്തിൽ വെച്ച്. നമ്മുടെ നന്ദനും ഉണ്ടായിരുന്നു. കൊള്ളാം, നന്ദൻ നല്ല പയ്യനാ, ദേവിക്ക് ചേരും. അതെ 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 അതെ. ഇതൊക്കെ ആര് പറഞ്ഞു? അവൾ പഠിച്ചോണ്ടിരിക്കല്ലേ? അല്ല, വീട്ടിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. മേനോന്റെ മിസ്സസ് പറഞ്ഞെന്നാ അവൾ പറഞ്ഞത്. മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചോ? അല്ല, ക്ലബിൽ എല്ലാവരും പറഞ്ഞു. ഞാൻ അച്ഛനല്ലേ, അറിഞ്ഞിരിക്കാമെന്ന് ചോദിച്ചതാ. നന്ദന്റെ കാര്യം ആലോചിച്ചാ കൊള്ളാന്നുണ്ട്. നല്ല പയ്യനാ, ഇവിടത്തേക്കും അറിയാലോ. അതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ട് പോരെ ഈ വീട്ടിൽ വിളിച്ചിട്ട് സൽക്കരിക്കലും അമ്പലത്തിൽ പോക്കും ഒക്കെ? ഇതെന്റെ അഭിപ്രായമായിട്ട് നീ കാണരുത്. ചന്ദ്രൻ നേരിട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം നിന്നെ അറിയിച്ചതേ ഉള്ളൂ. ചന്ദ്രന് നേരിട്ട് പറഞ്ഞാൽ എന്താ? സണ്ണി ഇതിലിടപെടേണ്ട ആവശ്യമില്ല. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്റെ പേരിലും തെറ്റുണ്ട്. നീ 24 മണിക്കൂർ ആ വീട്ടിൽ പോയി കുത്തിയിരിക്കുന്ന പരമ ബോറ. നീ അവരോടൊന്നും സംസാരിക്കാറില്ല. അമ്മയും ദേവി മാത്രമല്ല ആ വീട്ടിലുള്ളത്. എനിക്ക് അവനോടൊന്നും സംസാരിക്കാനില്ലെങ്കിലോ? അതെന്താ സംസാരിക്കാനില്ലാത്തത്? അവനല്ലേ നിന്നെ അവിടെ കൊണ്ടുപോയത്? അവന്റെ വീടല്ലേ? ഇപ്പോഴല്ലേ ഈ അടുക്കള ബന്ധമൊക്കെ ഉണ്ടായത്? നാട്ടുകാരുടെ മുമ്പിലും ബാറിലും ഒക്കെ വെച്ച് ബന്ധപ്പെടാൻ എനിക്ക് വശമില്ല. എനിക്ക് വശമുണ്ട്. നിന്നെ പോലെ അമ്മായിയപ്പനെ അമ്മായിയമ്മ ഉദ്ധരിച്ചിട്ടല്ല ഞാൻ താരയുമായി ബന്ധപ്പെടുന്നത്. എന്താ എന്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരുത്തനെ എന്നെ ഉദ്ധരിക്കാൻ വേണ്ട. നന്ദ അളിയാ, നന്ദ നിക്ക. ഈ കോളനിയല്ലേ പല ആൾക്കാരാ. നന്ദന്റെ വരവും പോക്കും ഒക്കെ വൈകുന്നേരങ്ങളിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കും. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മുഷിയുമ്പോ ദേവി ഒന്ന് കാണണമെന്ന് സംസാരിക്കണമെന്നൊക്കെ തോന്നും. കഴിയുന്നതും അത് ഒഴിവാക്കുക. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി സംഘടിപ്പിക്കുക. ഇവിടെ ഈ പാരൽ കോളേജൊക്കെ ഇല്ലേ? എനിക്ക് പഠിപ്പിക്കുന്നതിൽ താല്പര്യമില്ല സാർ. വേറെന്ത് ജോലിയാവാം? വേറെന്ത് ജോലിയാ? ഡിയർ നജീബ്, ഈ കത്തുമായി വരുന്ന നന്ദനെ എന്റെ അനിയനായി കാണുക. എന്നൊക്കെ ക്ലാസ് ഉണ്ട്. ജോലിക്ക് ആപ്ലിക്കേഷൻ അയച്ച് സമയം കളയുക. ഇപ്പോ താനും സംസാരിച്ചു നോക്കൂ. ഇഫ് യു ആർ ഇംപ്രസ്ഡ്. എക്സ്ക്യൂസ് മീ സർ. ഇരിക്കും. താങ്ക് യു സർ. ഇവിടെ ഇപ്പൊ തന്നെ സ്റ്റാഫ് കൂടുതലാ. പിന്നെ ഞാനിവിടെ ഒരു ഹോട്ടൽ വാങ്ങിയിട്ടുണ്ട്. കേറ്ററിംഗ് ഉള്ളവരെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മിസ്റ്റർ നന്ദനെ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ഞാൻ വേണേൽ എടുക്കാം. തസ്തിക ഏതാണെങ്കിലും ഒരു ഹോട്ടലിലെ മിക്കവാറും എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. നോ പ്രോബ്ലം സർ. ഈ സ്ഥലം എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നടന്നോ, എങ്ങോട്ട് വേണം നടന്നോ. ഇത് നമ്മുടെ
ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുക. വാങ്ങിച്ചിട്ടിരിക്കുന്നു. ആ നിന്നോട് പറഞ്ഞില്ലല്ലേ, ഇതാ ഇവിടെ നമ്മൾ വീട് വയ്ക്കുന്ന ഇവരുടെ കാര്യമാണോ? ഇവര് വയ്ക്കുള്ളൂ. ഇപ്പൊ പുറമ്പോക്കല്ലെന്ന് എഴുതി കളിക്കുക. ദേ അതും ഞാൻ വില പറഞ്ഞു വെച്ചിരിക്കുക. സെക്രട്ടറി, ആ നമ്മളിവിടെ താമസമാക്കുമ്പോ ഇവനെന്ത് ചെയ്യും? ഇവന്റെ പേരിൽ ഇത് വാങ്ങിച്ചാ ഇവൻ ഇച്ചിരി പ്രസംഗവും ഭരണമൊക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞോളൂ. അപ്പൊ ഭക്ഷണം എടാ അവിടെ കയറി കൂടിയാലേ ഭക്ഷണത്തിനെന്നല്ല ഒരു കാര്യത്തിനും പ്രശ്നമില്ല. ദേ ഇവിടെ വീട്, രണ്ടു വശത്തും ഗോൾ പോസ്റ്റ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ദേ ഇവിടെ കിടന്നുകൊണ്ട് സമയം അറിയാം. എങ്ങനെ മതി സന്നിച്ചപ്പോ മതിയോ? പോവാം. അപ്പൊ എന്റെ കാര്യം? നിന്റെ കാര്യം എന്തോന്ന്? എനിക്കൊരു 5 രൂപ തരണം. എടാ ഇന്നലത്തെ തന്നെ ബാക്കി അവിടെ ബാക്കി. പിന്നെ നന്ദനെ കണ്ടോ? ഇല്ല, ഇന്നലെ അവൻ ജോലി ജോയിൻ ചെയ്തു, മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട്, ഹോട്ടൽ ബ്ലിറ്റ്സ് ഇന്റർനാഷണൽ. താങ്ക് യു. യു വെൽക്കം. ഹൗസ് ദ ഫുഡ് സർ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഹലോ സർ. എച്ചിലെടുക്കുക, അതാണ് ജോലി. കോട്ടും സൂട്ടും ഇടുന്നെന്ന് മാത്രം. കീഴെടുത്ത് രാമണ്യുവന്റെ കൊച്ചുമകൾക്ക് പറ്റിയ ചെറുക്കൻ. നടത്തിക്കോണം. എന്നെ കിട്ടത്തില്ല. എന്നെ ആരും കണക്കിലെടുക്കണ്ട. ഞാൻ പണം മാത്രം ഉണ്ടാക്കുന്ന ഒരു യന്ത്രമല്ലേ. ഒരു അറ്റായം കഴിഞ്ഞ് നടക്കുക രാപകലില്ലാതെ. നിന്നെയൊക്കെ ഊട്ടാൻ വേണ്ടി മക്കൾക്കോ വേണ്ട, നിനക്കെങ്കിലും വിചാരം വേണ്ടേ? ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ പറയാതെ. മക്കൾക്ക് അച്ഛനെന്നില്ല, നിനക്ക് ഭർത്താവെന്നില്ല. കണ്ട അലവലാദികളൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി. അച്ഛനെന്തിനാ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നത്? എടീ കേറി പൊടിയാത്ത. എനിക്ക് നന്ദേട്ടനെ ഇഷ്ടമാണ്. ഞാൻ നന്ദേട്ടനെ മാത്രം കല്യാണം കഴിക്കൂ. പോകാനല്ലേ പറഞ്ഞത്? കുറെ കൂടെ ഉച്ചത്തിൽ അലന്ന് വിളിക്ക്. മക്കളുടെ ചെവി കേട്ടെ. അത്രത്തോളം വഷളായിട്ടുണ്ടല്ല. എനിക്ക് ജോലി കിട്ടിയില്ല. അമ്മയത്തില്ലേ? ഉണ്ട്. നന്ദൻ, ആ ഇങ്ങോട്ടിരിക്കാം. എന്താ കാര്യം? കാര്യമുണ്ട്. എനിക്കല്പം സംസാരിക്കാനുണ്ട്. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദൻ ഇവിടെ വരുന്നത് അച്ഛൻ ഇഷ്ടമല്ല. മേൽ നന്ദൻ ഇവിടെ വരരുത്. അത് നിശ്ചയിക്കാൻ നീ ആരാടാ? ചേച്ചി അത് പോ. പോയില്ലെങ്കിൽ പോയാ പറഞ്ഞത്. എന്തിനാ കുട്ടി ഞങ്ങളുടെ സ്വയം നശിപ്പിക്കുന്നത്? അമ്മ, ഞാൻ ജോലി. എന്ത് ജോലി? ദയവ് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അമ്മേ, എന്താ നന്ദ? കയറാൻ കയറാൻ. അമ്മക്ക് എങ്ങനെ മനസ്സിലാന്നമ്മേ? നന്ദേട്ടനോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ. നന്ദേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ നന്ദന്റെ അമ്മയാണ്. അകത്തേക്ക് വരണം. ഇരിക്കൂ. ദേവിമോള് കോളേജിൽ പോയിരിക്കുകയായിരിക്കും അല്ലേ? അതെ. ഇങ്ങനെ ഇവിടെ വരേണ്ടി വരുമെന്ന് കരുതിയിരുന്നതല്ല.
വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്രത്തോളം നന്ദം വിഷമിക്കുക. ഇവിടെ നിന്ന് ഇറക്കി വിടത്തൊക്കെ വേണ്ട ഒരു തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സറിഞ്ഞ് പറഞ്ഞതല്ല, അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ദേവിയുടെ അച്ഛന് ഈ ബന്ധം ഇഷ്ടമല്ലേ? നന്ദന്റെ ഇപ്പോഴത്തെ ജോലി, ഇപ്പോഴവന് ജോലിയില്ല. അവൻ പിന്നെ പോയിട്ടില്ല. ഒരു നല്ല ജോലി പോലും ഇല്ലാതെ എങ്ങനെയെന്നാ ദേവിയുടെ അച്ഛൻ ചോദിക്കുന്നത്. നമ്മളല്ലേ ഇതിന് സമ്മതം കൊടുത്തത്? അന്നേ ഇതൊക്കെ ആലോചിച്ചിട്ട് പോരായിരുന്നു. അവന് പഠിപ്പുണ്ട്, നല്ലൊരു ജോലിയും കിട്ടും. ഇനിയൊരു ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെ അവനും ദേവിക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും കഴിയാനുള്ളത് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ആർഭാടമൊന്നുമില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അവനെ ഇറക്കി വിടാം. പക്ഷെ ഞാൻ ഉത്തരം പറയേണ്ടത് അദ്ദേഹത്തോടാണ്. ഈ ബന്ധം അവിടെ വെച്ച് നിർത്തണമെങ്കിൽ അത് തുറന്നു പറയണം. എന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു സമാധാനിപ്പിച്ചോളാം. അങ്ങനെയൊന്നും പറയരുത്. ഇത് നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അവരത്രത്തോളം അടുത്തുപോയി. നന്ദേട്ടാ, തമ്മിൽ കാണാതിരുന്നാൽ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോവോ? എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മനസ്സ് നിറയെ ദേവിയാണ്. നമ്മുടെ കൊച്ചു വീട്, ബ്ലൂ നിറമുള്ള ഫർണിച്ചറില്ലാത്ത കൊച്ചു വീട്. അച്ഛൻ ചേച്ചിയുടെ കല്യാണം ഉടനെ നടത്തും സർ, അതുറപ്പാ. എനിക്ക് വീട്ടിലൊരു വോയിസും ഇല്ല. എനിക്കെന്നല്ല, അമ്മയ്ക്കും ഇല്ല. ചേച്ചിയാണെങ്കിൽ ഇപ്പൊ അച്ഛനോട് മിണ്ടാറേയില്ല. അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ. ഇന്ന് ഞാനൊരു ജാതകം കൊണ്ട് നോക്കിച്ചു. അച്ഛനെ ഇഷ്ടപ്പെട്ട മട്ട. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അവർ തമ്മിൽ കാണുന്നത് കാണണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ അവര് കാണാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാകരുത്. പണം നമ്മളെക്കാൾ കൂടുതൽ അവർക്കുണ്ട്. ഉള്ളതിനേക്കാൾ ഉണ്ട് എന്ന ധാരണയാണ്. ദേവിക്ക് അങ്ങനൊന്നുമില്ല. ദേവി പാവമാണമ്മേ. ഞാൻ വല്ലാതെ അടുത്തുപോയി. അച്ഛൻ ഇനി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. വേണ്ട, സമ്മതിക്കണ്ട. എനിക്ക് വേറെ കല്യാണം ആലോചിക്കണ്ട. അമ്മക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറാൻ കഴിഞ്ഞു? അമ്മയ്ക്ക് അതിനെ കഴിയും. നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണ്. എല്ലാത്തിനും ഞാനാണ് ഉത്തരവാദി. ഒരു ഭാര്യയ്ക്ക് സ്വന്തമായ ശരികളും തെറ്റുകളും ഇല്ല മോളെ. ഭർത്താവെന്ന ഒരു ശരി മാത്രമേ ഉള്ളൂ. മോളെ, അമ്മ പറയുന്ന കേക്ക് മോളെ. ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. പേടിക്കണ്ട, ആത്മഹത്യൊന്നും ചെയ്യില്ല. ഈ മാസം ഒന്നും വാങ്ങിച്ചേരില്ലമ്മേ. കൈ കിട്ടുന്ന 800 രൂപ ഗ്രേസി കൊച്ചമ്മയ്ക്കും താരയ്ക്കും ഒരു സാരി, അച്ചായന് ഒരു കാർട്ടൺ സിഗരറ്റ്, അപ്പച്ചനൊരു കഫ്ലിങ്സ്. അയ്യോ വിട്ടുപോയി, ഒരു വലിയ ലിസ്റ്റിനെ ഏൽപ്പിച്ചിരിക്കാം മോള്. അതിൽ 1-2 വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ എന്നെ വീട്ടിൽ കടത്തി പൊറപ്പിക്കല്ല. ഇത്ര ആവുമ്പോ തന്നെ ഒരു 200 റുപ്പീസ് കടാവും. അണ്ണ എന്നെ തഴഞ്ഞ അണ്ണ. എല്ലാം അടുത്ത മാസം. ഒരു ജോലി കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ജോലി അന്വേഷിക്കുന്നത് ഞാൻ, പക്ഷേ കിട്ടിയ സണ്ണിക്ക്. കിട്ടിയെന്ന് പറയാറായിട്ടില്ല. കളി ജയിക്കണം, അതാ കണ്ടീഷൻ. കേരള ട്രോഫി വിൻ ചെയ്യണം. നാളെ മുതൽ കോച്ചിങ് ക്യാമ്പ് തുടങ്ങാം. ദേവി ഇപ്പൊ ചെയ്യേണ്ടത് അച്ഛൻ പറയുന്നത് കേൾക്കുക. അച്ഛനെ അനുസരിച്ച് നിങ്ങൾ തമ്മിൽ ഇപ്പോ ഉള്ള അകൽച്ച കുറയ്ക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ ഞങ്ങളെ പ്രോപ്പറായി ഗൈഡ് ചെയ്യാൻ ആരുമില്ല, അങ്കിൾ ഉൾപ്പെടെ. ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഒരു രസമാണ്. ഒരു ലവ് സ്റ്റോറി വായിക്കുന്ന പോലെ ബോൾഡായി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഞാനുണ്ട്. ഞാനെന്ന് പറഞ്ഞ ഞാൻ, താര, ഗ്രേസി കൊച്ചമ്മ, ഔസേപ്പച്ചായ. ഞാനും ഉണ്ട്. വഴി ഒന്നേ ഉള്ളൂ, രജിസ്റ്റർ മാരേജ്. ധൈര്യമുണ്ടോ? അമ്മയ്ക്കത് എന്ന് പറഞ്ഞാൽ പറ്റില്ല. ആദ്യം കാര്യം നടക്കട്ടെ, പിന്നെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. ദേവിയോട് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഷീ ഈസ് വെരി സ്റ്റേൺ. ധൈര്യമായിട്ടിരിക്കടോ,
പോലീസ് ഡിപ്പാർട്ട്മെന്റല്ലേ കൂടെ നിൽക്കുന്നത്. അടി പേടിക്കണ്ടല്ലോ. നീ ഇരിക്കടാ അവിടെ. ഇന്നലെ അവൻ വിളിച്ചിരുന്നു. ഞാൻ തീരുമാനിച്ചാ മതി എന്നാ അവൻ പറഞ്ഞു. അത് ശരി. ഫോട്ടോ കണ്ടു. അതൊരു ചടങ്ങ് മാത്രമാണ്. ഒരാൾ വരുന്നു, ദേവിയോട് കോഫി കൊണ്ട് കൊടുക്കാൻ പറയും. കൊണ്ടു കൊടുക്കാം. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാ അതിന് മാത്രം മറുപടി പറയാം. അത്രേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ജോലി എന്താ? ഡോക്ടറാ. പുള്ളിക്കാരൻ വന്നിട്ടില്ല. പിന്നെ പുള്ളിയുടെ അച്ഛനും അമ്മാവനും ഉണ്ട്. മതിയല്ലോ. കക്ഷി എന്താ വരാത്ത? അതെന്തോ എനിക്കറിയില്ല. ജാതകമൊക്കെ ചേർന്നു. നല്ല പൊരുത്തമുണ്ടെന്നാ പറഞ്ഞേ. നന്ദൻ വരുന്നുണ്ടല്ലോ. നന്ദൻ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതെന്താ? കുറച്ച് ഗസ്റ്റ് ഉണ്ട് അവിടെ. എനിക്ക് അമ്മയൊന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല. ചന്ദ്രന്റെ അനുവാദം വാങ്ങിയിട്ടല്ലോ ഞാൻ ഇതുവരെ അമ്മയെ കണ്ടോണ്ടിരുന്നത്. ഇനി അതേ പറ്റൂ. കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റില്ല, അത്ര തന്നെ. എന്താ ഇത്? താൻ കയറോടെ വണ്ടിയിൽ. താൻ അവിടെ ഇപ്പൊ പോവാൻ പാടില്ലായിരുന്നു. ദേവി എന്നെ വിളിച്ചിരുന്നു സാർ. അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്ത് മണ്ടത്തരവാ താൻ കാണിച്ചത്? അതുകൊണ്ട് എന്ത് നേടാനാ? നന്ദൻ, വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം എടുത്തു ചാടിയനെ. ഇപ്പോ എനിക്കൊരു വഴിയേ തോന്നുള്ളൂ. രജിസ്റ്റർ മാരേജ്. കൂട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ആ വീടുമായുള്ള എന്റെ ബന്ധം അത്തരത്തിലാണ്. ഒന്നെനിക്ക് ചെയ്യാം. നിങ്ങൾ കല്യാണം കഴിഞ്ഞു വന്നാൽ എന്റെ വീട്ടിൽ കഴിയാം. ധൈര്യമായിട്ടിരിക്കും. എന്റെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. ഹലോ, എന്താ ശ്രമിച്ച? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഞാനേ ഈ കോച്ചിങ് ക്യാമ്പ് ആയതുകൊണ്ട് രാവിലെ പോകും. അതുകൊണ്ട് ഇവിടെ തിരിച്ചടിക്കണം തോന്നുന്നുണ്ടോ? എടാ, നന്ദൻ എന്റെ ഫ്രണ്ടാ. ഗ്രൗണ്ടിൽ നിന്നുള്ള കമന്റ് അടിയിൽ ഭരണം ഒതുക്കുന്ന നല്ല പോട്ടെ. മനസ്സിലായല്ലോ? ആ, ചന്ദ്രു, ചന്ദ്രു, കൺഗ്രാചുലേഷൻസ്. നന്ദനെ കൈകാര്യം ചെയ്തല്ലേ? അത് തന്നെ. മിണ്ടരുത്. നിന്റെ വീട്ടിൽ അനുവാദമില്ലാതെ കയറാൻ ശ്രമിച്ച ഒരു ഫ്രണ്ടിനെ തടയാൻ നിനക്ക് അധികാരമുണ്ട്. എന്നുവെച്ച് സാർ കൈകാര്യം ചെയ്യണ്ട. സായിപ്പന്മാർക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല നടപ്പിന്. വലുതായിട്ടൊന്നുമില്ല. നീ ഇത്ര ചീപ്പായി പോയടാ. ചെല്ലേ മക്കളെ, ചെല്ലേ. അമ്മ പാലെടുത്ത് വെച്ചിരിക്കുന്നു. കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങ. ഞാൻ ഇപ്പോഴും നന്ദന്റെ കൂടാ, അത് മറക്കണ്ട. അങ്ങൂരെ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് വരികയായിരുന്നു. എന്റെ സമയം കൊള്ളാം. അയ്യോ, ഇതിവിടെ സർക്കാരിന്റെ വണ്ടിയല്ലേ? അധികം ലാത്തി അടിക്കാൻ പുറകിലോട്ട് കയറാം. അയ്യോ, അത് ചന്ദ്രന്റെ കാറല്ലേ? എന്റെ ദൈവമേ, എത്ര കാറാ! അണ്ണാ, ഞാൻ എഴുതി വെക്കോട്ടോ. എല്ലാരും കൂടെ എങ്ങോട്ട് പോകണ? അയ്യോ, ഇതെന്താ പറ്റിയ? ഡോട്ടെ, ഇതിനു മുമ്പ് ഒരിക്കലേ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ. അന്ന് അവിടെ വന്നിട്ട് പോയപ്പോ എന്നെ പോലീസ് പിടിച്ചില്ലേ? എന്നെ 15 മിനിറ്റ് ഇരുത്തി, സ്റ്റൂളില്ലാതെ. പച്ച കത്തി അണ്ണ. അമ്മ എന്ത് പറയുന്നു? ചേച്ചി കരയാതിരിക്കൂ. ബി കോൺഫിഡന്റ്. കരയാതിരിക്കൂ ദേവി. ഡോണ്ട് ലൂസ് യുവർ സ്ട്രെങ്ത്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്ത് പറഞ്ഞു? കാര്യം ശരിയാണ്. എല്ലാം ഫിക്സ് ചെയ്തു.
അടുത്ത ആഴ്ച പോവുക ഒരു നാട്ടിലേക്ക്. ഗുരുവായൂർ വെച്ചാ കല്യാണം. എന്ത് ചെയ്യണം ഔസേപ്പച്ചായ? എന്ത് ചെയ്യാനാടോ? വിളിച്ചിടയ്ക്ക് രജിസ്റ്റർ മാരേജ് നടത്തണം. എനിക്ക് കോച്ചിങ് ക്യാമ്പ് പോയി. ഇത് നടന്നില്ലെങ്കിൽ അവനാകെ തകർന്നു. ഞാൻ ഇറങ്ങട്ടെ. നാളെ രാവിലെ ഈ വഴി വരാം. സണ്ണിയോ? എന്താ മോനെ രാത്രിയിലെ കേറിയിരിക്കേ? വേണ്ടവേ, ഞാനിവിടെ നോളാം. ഞങ്ങൾ അങ്ങോട്ടിരിക്കാം. ഔസേപ്പച്ചന്റെ പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മ വിളിച്ചിട്ട് അകത്തേക്ക് കയറാത്തത്. അല്ലയാ, വേറൊരു വഴിയില്ല. 2-3 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ മാരേജ് നടത്തേണ്ടി വരും. ദേവിയുടെ കല്യാണം ഫിക്സ് ചെയ്തു. തൽക്കാലം അമ്മ സമ്മതിച്ചിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. താര ഇപ്പോ ദേവിയോട് ഫോണിൽ സംസാരിച്ചു. നോ പ്രോബ്ലം ആണിയാ. എന്ത് വന്നാലും നമ്മൾ ഈ കല്യാണം നടത്താൻ പോകുന്നു. ഔസേപ്പച്ചന്റെ പോലീസ് എസ്കോർട്ടോടുകൂടി. വണ്ടി മാറ്റേ. മാറ്റിയില്ലെങ്കിലോ? മറ്റേ പറഞ്ഞേ നിങ്ങൾ തല്ലുമല്ലേ? പോക്കരത്തിനെ കാണിച്ചാൽ തല്ലും. വണ്ടി മാറ്റാ. മാറ്റില്ല, മാറ്റില്ല. ചാടാവുന്നില്ലേ? അപ്പോ ചന്ദ്രു, ചന്ദ്രു, ആരാത്? ഞാനാമേ, സണ്ണിയ. ചന്ദ്രു ഉറങ്ങിയല്ലോ. എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് അകത്ത് കയറിയിരുന്ന് പറയേണ്ട കാര്യമാ. പക്ഷെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനില് അത് വേണ്ട. ഞാൻ എവിടെ നിന്ന് പറയാം? സണ്ണി പോകൂ. അങ്ങനെ പോയാലെങ്ങനാ? എനിക്ക് കാര്യം പറയണ്ടേ? സ്വബോധം കിട്ടുമ്പോ പറഞ്ഞാ മതി. എന്താ? ശരി, ഈ സ്വഭാവം ഇല്ലത്തോ? നല്ല ബോധമുണ്ട്. ബോധം കിട്ട് ഓരോന്ന് പെരുമാറുന്നത് നിങ്ങളെപ്പോലുള്ളവരാ. അനാവശ്യം പറയരുത്. അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യമായുണ്ട്. പെട്ടെന്ന് പറഞ്ഞു നിർത്തേക്കാം. സാറിന്റെ മകള് ദേവി മേനോനെ ഞങ്ങളുടെ നന്ദന് കല്യാണം കഴിച്ചു കൊടുക്കണം. എന്റെ മകളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പോരാ, ഇക്കാര്യത്തിൽ പോരാ. ഞങ്ങൾ കുറെ ഫ്രണ്ട്സോടെ തീരുമാനിക്കണം. ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരുത്തി വേണ്ടാത്ത വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് മധുമോനെ പോലെ കൊണ്ടുനടന്നിട്ട് ഇപ്പൊ അങ്ങ് തകയുക. വേറെ കല്യാണം ആലോചിക്കുക. ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചോ? അല്ലെ അമ്മ പറയട്ടെ. ഇറങ്ങണ വെളിയിൽ. സ്വരം മാറ്റരുത്. എന്റെ സ്വരം മാറും. വിടറ. ആണുങ്ങളായ നേരിട്ട് ഇടപെടണം. കൂലിക്ക് ആളെ വെച്ച് അടുപ്പിക്കാൻ നോക്കുന്നത് അത് തന്നെ. കൂലിക്ക് ആളെ വെച്ച് അടുപ്പിക്കാൻ നോക്കുന്നു. ദേവി, ദേവി, ധൈര്യം ഉണ്ടെങ്കിൽ ഗേറ്റ് വഴി ഇറങ്ങിയതാ. ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തിച്ചേരാം. ഒരുത്തരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് കാണാം. എന്തോ കാണാനാ? വെറുതെ തിണ്ണ വിളിച്ച് കാണിക്കരുത്. തന്നെ എനിക്ക് കാണണ്ട ഇവിടെ വെച്ചാ, ഈ റോഡിൽ വെച്ച്. തന്നെ താൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇനിയും വല്ലവനെ കൂലിക്ക് എടുത്തിരുന്നേ പറ. ഇന്നുകൊണ്ട് തീർക്കണം. പോട്ടെ, നമുക്ക് കാണാം. കണിച്ച, എന്താ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഐ ഹാവ് നോ ടൈം.
സണ്ണിച്ചൻ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ചന്ദ്രു എന്താ ഒരു കാര്യം മനസ്സിലാക്കാത്തത്? ദേവിയുടെയും നന്ദന്റെയും കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സണ്ണിച്ചൻ എന്ത് കിട്ടാനാ? ചന്ദ്രു മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിന് എതിരെ നിൽക്കുന്നത്. ഞാൻ എതിരല്ല താര. അച്ഛന്റെ ചെലവിൽ കഴിയുന്ന എനിക്ക് ഈ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റൂ. പോവാ താര. സണ്ണിച്ചൻ എന്നോട് സംസാരിക്കണം. ഞാനേ ആണുങ്ങളോടെ സംസാരിക്കാറുള്ളൂ. എടാ, നന്ദന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനകം പലതും സംഭവിച്ചേനെ. മിനിമം നിന്റെ ചേച്ചിക്ക് ഒരു ചീത്തപ്പേരെങ്കിലും. അവൻ പാവമായതുകൊണ്ടല്ലേ നീ കേട്ട് വട്ട കിട്ടുന്ന. ഞാൻ എന്ത് ചെയ്യണം? സണ്ണിച്ചൻ പറ. എല്ലാം തീരുമാനിച്ചിരിക്കുക. ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ വരെ. അതിനു മുമ്പ് നമുക്ക് അവരുടെ രജിസ്റ്റർ മാരേജ് നടത്തണം. താൻ കൂടെ വയ്ക്കാം. നന്ദന്റെയും ദേവിയുടെയും കല്യാണം നടന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടമല്ലേ? അതൊക്കെ ഇവിടെ എന്റെ കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞാലുടൻ നമുക്കത് നടത്തണം. നമുക്ക് അതെ, നാളെ രാവിലെ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ചന്ദ്രു രാവിലെ എത്രയും നേരത്തെ ഇവിടെ വരിക, ദേവിയെയും കൂട്ടി. എന്തെങ്കിലും ഒരു കാരണം പറയൂ ചന്ദ്രു. ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാനാണെന്നോ അമ്പലത്തിൽ പോകാനാണെന്നോ? താനോന്നെന്താ? ഞാൻ വരാം. സണ്ണിച്ചൻ രാവിലെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താടോ ഒരു വെപ്രാളം തോന്നുന്നു അല്ലേ? അല്ല, അമ്മയോട് ഞാൻ ഒന്നുമില്ലടോ, ഇത് കഴിയുമ്പോ എല്ലാം ശരിയാവും. താൻ രാവിലെ ദേവി ഇവിടെ എത്തിക്കുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ആ, ഞങ്ങൾ വരട്ടെ. ഗുഡ് നൈറ്റ്. ഇത് വേണോ? ആ, ഇരിക്കട്ടെ. അച്ഛാ, നാളെ എപ്പോഴാണ് നമ്മൾ പോകുന്നത്? ഒരു 10-10:30 പോവാം. എന്താ കാര്യം? അല്ല, രാവിലെ ചേച്ചിക്ക് വണ്ടിയൊന്നും വേണമെന്ന് പറഞ്ഞു. ഓ, മിണ്ടി തുടങ്ങിയോ അവര്? എവിടെ പോവാനാ? ഫ്രണ്ട്സിന്റെ അല്ല, അമ്പലത്തിൽ പോണം. പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിലെ മറ്റോ. ആരാ കൊണ്ടുപോകുന്നത്? ഞാൻ കൊണ്ടുപോവാ. അത്യാവശ്യമുള്ള ഒരു ബാഗിലാക്കി വെച്ചോളൂ. വേഗം പോയിട്ട് ഒരു കുട്ടി. 10 മണിക്ക് അച്ഛൻ എവിടെ പോണോന്ന് പറഞ്ഞു. എന്താ മോളെ? കരയ. നിന്റെ മനസ്സ് അമ്മയ്ക്ക് കാണാം. എല്ലാം മറക്കണം. ഒന്നും ഓർക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. വേഗം പോയിട്ട് വരും.
സണ്ണി മരിച്ചു. ബൈക്ക് ആക്സിഡന്റിൽ. വിനോദ് സീരിയസ് ഹോസ്പിറ്റലിലാണ്. അതെ, ഇന്നലെ രാത്രിയിൽ ബോഡി കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പോഴാ കിട്ടിയത്. ആ, താനൊരു കാര്യം ചെയ്യും, അവിടെയുള്ള എല്ലാരെയും വിളിച്ചു പറയാം. ആ, കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാരെയും വിളിച്ചു പറഞ്ഞേക്ക്. വക്കീൽ സാറിന്റെ മകൻ സണ്ണി മരിച്ചു ബൈക്ക് ആക്സിഡന്റിൽ. നമ്മുടെ വിനോദ് സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ്. ഇതുവരെ ബോധം കിട്ടിയിട്ടില്ല. ഒരു 11 മണിയോടെ എടുക്കും. സണ്ണിയുടെ ബ്രദർ വരണം മദ്രാസിൽ നിന്ന്. ഇല്ല, തിരിച്ചിട്ടുണ്ട്. വന്നാൽ ഉടനെ ബോഡി എടുക്കും. ആ, യെസ്, വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ഹിം. നന്ദൻ, എങ്ങനെയുണ്ടോ തന്റെ പാട്ടൊക്കെ? ചന്ദ്രു സുവോളജി അല്ലേ? ഒരു സിഗരറ്റ് വേണമായിരുന്നു. ഔസേപ്പച്ചന്റെ ഈ സിഗരറ്റ് ഉണ്ട്. എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് എന്റെ സണ്ണിക്കുട്ടിയെ കാണാൻ പറ്റില്ല ഔസേപ്പച്ച. ഈ മാസം ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല അമ്മേ. ഞങ്ങളുടെ കടങ്ങൾ മോചിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആരാധ്യമായ ഈ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇനി മുത്തം കൊടുക്കേണ്ടവർക്ക് മുത്തം കൊടുക്കാം.
ചെറുപ്പകാലത്ത് തന്നെ കളിച്ചു തീർക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഭൗജിഭായി. അല്ലാതെ ചെറുപ്പം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നിട്ട് എന്തു നേടാനാ? ഒരു ദിവ്യ പ്രേമത്തിന്റെ ശവകുടീരം അല്ലേടോ? എന്നോ മരിച്ചൊരു കാവൽക്കാരനും. തനിക്ക് ചിരി വരില്ല, ഇത് അത്രേ ഉള്ളൂ. ഇന്ന് ദേവിയുടെ കല്യാണമാണ്. ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് ടുഡേ. നോ ഫോർഗെറ്റ് ഇറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതേ നന്ദൻ, യെസ്, ഷീ ഡസൻ ഡിസർവ് യു. അവൾ തന്റെ സ്നേഹം അറിയിക്കുന്നില്ല. അർഹത മാത്രം പോരാ, സിനിമയിൽ പറ്റിക്കൂടാ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ശരിയാണ്. അല്ലെങ്കിൽ സണ്ണിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇയാളെ സിനിമയിൽ പാടിക്കുന്നുള്ളത്. പക്ഷെ അതൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ എനിക്കിപ്പോഴേ തോന്നിയുള്ളൂ. നന്ദൻ, എന്തെങ്കിലും ഒന്ന് പാടൂ. പാടുന്നേ, ഞങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഈ ഓഡിറ്റോറിയത്തിൽ നിന്നും എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു തരാമോ? എന്നെ ചുറ്റി നിൽക്കുന്ന ഓർമ്മകളുമായി എനിക്കൊന്ന് സംസാരിക്കണം. എന്റെ സണ്ണി ഇവിടെ എവിടെയോ ഉണ്ട്. എന്നെ ഞാനാക്കിയ സണ്ണി. എന്റെ സംഗീതം സണ്ണിയാണ്. ആ ഓർമ്മയാണ് എന്റെ ശ്രുതി. മലയാള സിനിമ എനിക്ക് ലേബലിട്ട് തന്ന ഈ വെള്ളക്കുപ്പായം ഒഴിച്ച് ഇന്നും എന്നിലെ എല്ലാം സണ്ണിയാണ്. പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ തന്നെയല്ലേ സണ്ണി? Excuse me? Yes, can I help? ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നു. ഹലോ സർ, റൂം നമ്പർ 1178. You okay, sir?
റിസപ്ഷൻ. ഗുഡ് മോർണിംഗ്. സുഖമാണോ? സുഖമാണോ എന്ന്? I'll call you back, sir. ഗുഡ് മോർണിംഗ്. ഐ എം നന്ദൻ ഹിയർ. മിസ്സസ് ദേവി ഇല്ലേ എവിടെ? പോയോ? ഹലോ നന്ദൻ, വരൂ. ഇരിക്കൂ. ഞങ്ങളെയൊക്കെ വീണ്ടും ഓർക്കാൻ ഇത്രയും നാൾ വേണ്ടി വന്നു അല്ലേ? ആരെയും മറന്നിട്ടല്ല അവസരിപ്പിച്ച വരാതിരുന്നത്. ഓർമ്മകളെ എനിക്ക് പേടിയായിരുന്നു. ഇന്ന് പരിചയം പുതുക്കാൻ ഇറങ്ങിയിരിക്കുക. ആദ്യത്തെ പരിചയം പുതുക്കി. സണ്ണിയില്ലാത്ത ഞങ്ങളുടെ കോളേജ്. ദേവിയെ കണ്ടു ഹോട്ടൽ റിസപ്ഷനിൽ. ഒന്ന് സംസാരിക്കാൻ പോലും സാധിച്ചില്ല. ഷീ ഹാസ് സം പ്രോബ്ലംസ്. ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടം വിട്ടു പോയി. അവളിപ്പോ ചന്ദ്രന്റെ കൂടെയാ. ഹസ്ബൻഡോ? എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അവളുടെ കുട്ടിയും കൂടെയുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. താരയില്ലേ? അവളിപ്പോ സണ്ണിയുടെ വീട്ടില. മടത്തിൽ ചേരണമെന്ന് വാശി പിടിച്ചപ്പോ ഞാൻ എതിർത്തു. കാരണം അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല ആ ജീവിതം. ജീൻസിന്റെ ഫാഷനും മോട്ടോർ ബൈക്കിന്റെ വേഗതയുമൊക്കെ അവളുടെ സ്വപ്നങ്ങളായിരുന്നു. സണ്ണി മരിച്ചതോടെ ഷീ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. താലോലിച്ച് വളർത്താൻ ഏൽപ്പിച്ചതാ അപ്പച്ചനും അമ്മച്ചി. താലോലിച്ച് തന്നെ വളർത്തി. എന്ത് പ്രയോജനം? വിനോദിനെ കണ്ടിരുന്നോ? ഇല്ല, കാണണം. സണ്ണി പോയതോടെ അവന്റെ ശബ്ദവും പോയി. ഇനിയും സംസാരിക്കാറായിട്ടില്ല. La 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 lee, la la lee, la la lee, la 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 lee, la la. മടത്തി പോകുന്നത് ആരോട് വാശി തീർക്കാനാ? ഞാനും ഇപ്പൊ പറഞ്ഞോണ്ടിരുന്ന അതാ. പാവം കുട്ടി. ആദ്യമൊക്കെ വാശി പിടിച്ചെങ്കിലും പിന്നീട് ഒരു ആലോചന വന്നപ്പോ അച്ചായന് വേണ്ടി അവള് സമ്മതിച്ചതാ. അപ്പൊ അവർക്കൊരു പ്രശ്നം. കുട്ടിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, അതല്ലേ ഇതല്ലേ എന്നൊക്കെ. പരസ്യമായിരുന്നില്ലേ അവരുടെ ബന്ധം. അങ്ങനെ അവളിനി കല്യാണമേ കഴിക്കില്ലാൻ തീരുമാനിച്ചു. അവളെ കുറ്റം പറയണ്ട. അവളെ മനസ്സിലാക്കാൻ, അവരുടെ ബന്ധത്തിന്റെ നന്മ മനസ്സിലാക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. സന്യസിക്കാൻ പോകേണ്ടത് വേദനിക്കുന്ന മനസ്സുമായിട്ടല്ല. എനിക്ക്
അതൊരാശ്വാസമാണ് അപ്പച്ച. എങ്കിൽ പിന്നെന്തിനാ ഈ മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ? അപ്പച്ച, പ്രായത്തിന്റെ അറിവ് എനിക്കാ മോളെ കൂടുതൽ. മഠത്തിലെ വേഷമിട്ടത് കൊണ്ട് കർത്താവിന്റെ മണവാട്ടിയാവാൻ പറ്റില്ല. ബി പ്രാക്ടിക്കൽ ഇൻ ലൈഫ്. സണ്ണി മരിച്ചു. ഇറ്റ് ഈസ് എ റിയാലിറ്റി. ശാസിക്കുവാനുള്ള അവസരം മാത്രമേ അവൻ എനിക്ക് തന്നുള്ളൂ. പക്ഷേ മനസ്സിപ്പോൾ താലോലിക്കുന്നത് നിന്റെയാ മോളെ. നീ മഠത്തിൽ പോകരുത്. കല്യാണം കഴിക്കണം, പ്രസവിക്കണം. നിന്റെ മക്കളെ കൊണ്ട് എന്നെ വല്യപ്പച്ചാന്ന് വിളിപ്പിക്കണം മോളെ. അപ്പച്ച, ഇന്നലെ എത്തിയല്ലേ? ചേച്ചി പറഞ്ഞു കണ്ടിരുന്നു. ചേട്ടാ, ഇത് അറിയാം. നന്ദൻ, നിങ്ങൾ ഇതുവരെ അഭിനയിച്ചു തീർത്തിട്ടില്ലാത്ത ഒരു ചിത്രത്തിലെ വില്ലൻ, ഡോക്ടർ വേണുഗോപാൽ, ദേവിയുടെ ഹസ്ബൻഡ്. നന്ദൻ, ഞാനൊന്ന് ഓഫീസിൽ കയറിയിട്ട് വരാം. നിങ്ങൾ സംസാരിച്ചേക്ക് ഒരു 6 മണിക്കൂർ. ആ ചന്ദ്രു, വേഗം വരണം. എത്രയ്ക്കാണ് ട്രെയിൻ? എനിക്ക് പോണം. ഇപ്പൊ പറഞ്ഞു ചേട്ടാ. ആ, ഇന്ന് പോവാണോ? പോണം. ലീവെല്ലാം തീർന്നു. നമ്മുടെ കഥ സർക്കാരിനറിയില്ലല്ലോ. നോ താങ്ക്സ്. നിരപരാധികളായ വില്ലനും ഹീറോയും അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബന്ധമൊന്നും അറിയില്ലായിരുന്നു നന്ദൻ. ഞാനൊരു ടൈം ടേബിൾ ബേബിയാ. പല്ല് തേക്കാനും കുളിക്കാനും പഠിക്കാനും ഒക്കെ ഓർമ്മയായപ്പോ അച്ഛനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നു. ആ ടൈം ടേബിളിൽ വർഷങ്ങൾ എന്നെ വളർത്തിയെടുത്തു. SSLCക്ക് പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ 3 ലക്ഷം രൂപ മുടക്കി ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ വാങ്ങിവെച്ചു. അങ്ങനെ വേണുഗോപാൽ ഡോക്ടർ വേണുഗോപാലായി. 31 വർഷത്തെ ടൈം ടേബിളിന് അച്ഛനൊരു വിലയിട്ടു. ആ വിലയ്ക്ക് അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ചു. അച്ഛൻ വൈകിട്ട് ആശുപത്രിയിൽ നിന്ന് ഒരു പ്ലെയിൻ പിടിച്ച് ഇങ്ങോട്ട് വാ, എന്നിട്ട് വേറെ പ്ലെയിൻ പിടിച്ച് അങ്ങോട്ട് പോ. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം മോളാണ്. എന്റെ കുഞ്ഞിന് ടൈം ടേബിൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുന്നില്ല. നന്ദനെല്ലാം അറിയാലോ. എന്നോടുള്ള ദേവിയുടെ പെരുമാറ്റം ഇറ്റ്സ് ഓക്കെ. ഞാൻ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. പക്ഷേ മകളോടുള്ള നെഗ്ലിജൻസ്, അവളുടെ കാര്യങ്ങളിലുള്ള അശ്രദ്ധ, അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഒരു വീക്ക് മൊമെന്റിൽ ഞാനൊന്ന് തല്ലി. അതൊരു കാരണമാക്കി അവളിങ്ങി പോന്നു. 1.5 ആഴ്ചയായി ഞാനിവിടെ താമസിക്കുന്നു. She doesn't need me even. ഞാൻ തിരിച്ചു പോവാണ്. നന്ദന് ഒരു പരിധിവരെ ദേവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദൻ, why don't you get married? കഴിഞ്ഞതൊക്കെ മറന്നൂടെ? മോളിട്ടിക്ക് മാവന്റെ കൊച്ചു പ്ലെയിൻ വാങ്ങിച്ചാ. ചേട്ടാ പോവാം. ഞാൻ പൊക്കോളാം. യു ഗീവ് ഹിം കമ്പനി. മോളെ വരട്ടെ. എന്നെ മനസ്സിലായല്ലോ, എന്റെ അവസ്ഥയും. സഹായിക്കുക കഴിയുമെങ്കിൽ. അണ്ടർസ്റ്റാൻഡ്. ദേവി ഒരു ഭാര്യയാണ്, അമ്മയാണ്. ഞാൻ സ്വയം ആയതല്ലോ, എല്ലാരും കൂടെ എന്നെ അങ്ങനെ ആക്കിയതല്ലേ. ദുരന്തകഥയിലെ നായികയൊന്നും ആകാൻ ശ്രമിക്കണ്ട. എനിക്ക് അശേഷം സിമ്പതിയില്ല തന്നോട്. നോ, ഗോ ബാക്ക് ടു യുവർ ഹസ്ബൻഡ്. ഭർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന്. തിരിച്ചു പോകാൻ എനിക്ക് ഒരിടേ ഉള്ളൂ. പണം തോന്നുന്നു ഞാൻ പോകും, യാത്ര പോലും പറയാതെ. മോളെ, എന്തോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞല്ലേ ദേവി. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാൾ കഴിയും? ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടിന് വലിയ തടാകമല്ലേ, തണുത്തുറഞ്ഞ കുറെ സ്വപ്നങ്ങളില്ലേ. ദേ, ആ മല നിറയെ മഞ്ഞാണ്, മഞ്ഞിന്റെ ഒരു കൂട്.
എന്നെ ഒന്ന് പറപ്പിക്കാമോ? ഞാൻ പറന്ന് പറന്ന് ആ മഞ്ഞും കൂട്ടി പോട്ടെ. എന്നെങ്കിലും ഞാൻ അവിടെ പോവും. തണുത്തുറഞ്ഞ് പഞ്ഞു പോലുള്ള മഞ്ഞും കൂട്ടി കിടന്ന് ഉറങ്ങും, ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി പോലെ. സ്വപ്നങ്ങളെ കെട്ടിപ്പിടിച്ച് എല്ലാം മറന്നുറങ്ങുമ്പോ ഒരു ദിവസം ഒരാൾ വരും, ഒരു രാജകുമാരൻ, പേര് നന്ദൻ. വീഴുന്നൂന്ന് വിളിക്കും. മഞ്ഞെല്ലാം ഒരുകില്ലാതാവും. ഞാൻ ഓടി വരും, കെട്ടിപ്പിടിക്കും. പിന്നെ പിന്നെ നമ്മുടെ പാരഡൈസ്, നിറമുള്ള പാരഡൈസ്, ഫർണിച്ചർ ഇല്ലാത്ത പാരഡൈസ്, കാറുള്ള പാരഡൈസ്. അവളെ അറിയാവുന്ന, അവരുടെ ബന്ധത്തിന്റെ നന്ദി അറിയാവുന്ന ഒരാളെന്ന് ഞാൻ പറഞ്ഞില്ലേ. നന്ദന് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. താരയ്ക്കൊരിക്കലും ദേവിയാകാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം. കൊച്ചമ്മ എന്തായി പറയുന്നത്? എന്റെ മനസ്സിന്റെ ആഗ്രഹം. എവിടെയോ ഇരുന്ന് ഇതെല്ലാം കാണുന്ന എന്റെ സണ്ണിക്കുട്ടിയുടെ ആഗ്രഹം. മറ്റാര് പറഞ്ഞാലും മനസ്സിലാക്കാം. അച്ചായനും എന്നോടിത് പറഞ്ഞാലോ? നീ എന്താണ് മനസ്സിലാക്കാത്തത്? That's the only practical solution for the whole mental agony. വേണ്ട അച്ചായ, അച്ചായൻ എന്നെ നിർബന്ധിക്കരുത്. പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. നീ നിന്റെ വികാരങ്ങൾക്ക് മാത്രമേ സ്ഥാനം കൊടുക്കുന്നുള്ളൂ. യു ആർ സെൽഫിഷ്. ഐ ഷുഡ് സേ യു ആർ സെൽഫിഷ് താര. ഒന്നുമില്ലെങ്കിലും ഈ അച്ചായൻ നിന്നെ എടുത്തു വളർത്തിയല്ലേ മോളെ? നീ അപ്പച്ചനെയും അമ്മച്ചയും ഈ വീടിനെയും എന്നെയും മറന്നിരിക്കുകയാണ്. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ആ ജനലും തുറക്കാമോ? കുറച്ച് വെളിച്ചം കയറട്ടെ. എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് പറയാൻ തോന്നില്ല. അടുക്കും ചിട്ടയില്ലാതെ കിടക്കുന്ന ജീവനുള്ള കുറെ വാക്കുകൾ. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? എന്താ തരാ? റെഡി? ഈ തൊപ്പിയാണ് ശല്യം. തൊപ്പി എനിക്കും വേണ്ട. ഈ പുല്ലും വേണം. എന്നാ എനിക്കും വേണ്ട.
ഒരു മിനിറ്റ്. അയ്യോ, താരാ 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 സനിക്ക, 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 സനിക്ക. സന്നിച്ച, എല്ലാരും എന്നോട് കല്യാണം കഴിക്കാൻ പറയുന്നു. അപ്പച്ചൻ പറഞ്ഞു, ഗ്രേസി കൊച്ചമ്മ പറഞ്ഞു, അച്ചായൻ പറഞ്ഞു, വിനോദ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം സന്നിച്ച? എന്നോട് എന്തെങ്കിലും ഒന്ന് പറയൂ സന്നിച്ച. പോകാൻ തരാം. നേരെ ഒരുപാടായി. ഇനിയും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? എനിക്കറിയാം, എനിക്കൊരിക്കലും സണ്ണിയാകാൻ പറ്റില്ല, താരയ്ക്കൊരിക്കലും ദേവിയും. പക്ഷെ നമ്മൾ രണ്ടുപേരും സ്വയം ഇങ്ങനെ ഒതുങ്ങി നശിക്കണോ? കൈമാറാൻ കുറെ ഓർമ്മകളെങ്കിലും നമുക്കില്ലേ? ആ ഓർമ്മകളുമായി നമുക്കൊരുമിച്ച് എവിടെങ്കിലും ഒതുങ്ങിക്കഴിയാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. വരൂ, പോകാം. വരൂ. അതാ ചേച്ചി ഇന്നലെ രാത്രി കൊണ്ട് കാണുന്നില്ല. മോളെ എല്ലായിടത്തും അന്വേഷിച്ചു, എനിക്കൊരു സമാധാനമില്ല. പോലീസ് സ്റ്റേഷൻ മാത്രം അന്വേഷിച്ചാൽ എങ്ങനെ? നിങ്ങളല്ല റിലേറ്റീവ്സിന്റെ വീട്ടിലും പോയി അന്വേഷിക്കണം. കാണുന്നില്ലെങ്കിൽ കാണണ്ട. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ കൂടെ നടന്ന് സൂക്ഷിക്കാൻ. ദേവിയുടെ റെസിഗ്നേഷൻ ലെറ്റർ കിട്ടി. എന്ത് പറ്റിയ കുട്ടിക്ക്? ദേവി ഇപ്പൊ വിളിച്ചിരുന്നു എയർപോർട്ടിൽ നിന്ന്. രാവിലത്തെ ഫ്ലൈറ്റിൽ അവൾ മടങ്ങി പോവുകയാണ് ഭർത്താവിന്റെ അടുത്തേക്ക്. ദേവി, പോവുകയാണല്ലേ? ഒന്ന് യാത്ര പോലും പറയാതെ? ഞാനിപ്പറയാം. മോളെ, ഒരു മനുഷ്യായുസിന് എത്രയോ ജന്മങ്ങളുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ജന്മമായിരിക്കും. ഈ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്താലേ അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിക്കാൻ കഴിയും. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്കൊന്നാകണ്ടേ മോളെ? നമ്മുടെ ബ്ലൂ നിറമുള്ള ഫർണിച്ചറില്ലാത്ത 3 കുരങ്ങന്മാരുള്ള വീട്, 3 സീറ്റർ കാർ. Be practical. Be a good wife. മോൾക്ക് ദേവി,
ഞങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തി. Calling Mrs. Devi Venugopal. Mrs. Devi Venugopal, passenger to Bombay on Indian Airlines flight. Congratulations, Tara. All the best. Congratulations, Tara. All the best. എന്തിനാ വിഷമിക്കുന്നത്? അല്ലേ നന്ദ, 10-20 കൊല്ലം കഴിയുമ്പം നീ ഒരു അപ്പൂപ്പനും ഇവര് രണ്ടുപേരും അമ്മുവാരും ഒക്കെ ആവും. അന്ന് തിരിഞ്ഞു നോക്കുമ്പം പൊട്ടിച്ചിരിക്കാനേ തോന്നുകയുള്ളൂ. ആ പൊട്ടിച്ചിരിയാണ് ജീവിതം എന്നറിയാൻ. ദേവി നല്ലൊരു ഭാര്യയാണ്. നന്ദ, എന്റെ താരയെ പൊന്നുപോലെ നോക്കിക്കോണേ അളിയാ. തര സണ്ണിച്ചൻ ഇവിടെ ഉണ്ട് മോളെ. ഓൾ ദി ബെസ്റ്റ്.